So, a very good morning, everyone. It's a great pleasure to welcome you all this exciting webinar session and another important step in our journey with Greenworld International Learn and Earn program. A warm and respectful welcome to our founder and chairman, Dr. Vinod Kumar TA, whose vision and leadership continue to inspire as well. We also extend a heartfelt welcome to Mr. Edwin, the representative of our partner university. Thank you for being with us today. Also, a special thank to all the technology partners and our dedicated staff members who have joined this session. Your support makes us all different. As we all know, countries like Singapore and UK and other countries are always top choice for global education. But now, Malaysia is rapidly emerging as a trending and trusted destination for students. As today, we are proudly introduce our exclusive opportunity to study in Malaysia, a new door of possibility for learners and earners alike. So, without further delay, I would like to invite Dr. Vinod Kumar TA to officially begin this session. Everyone stay tuned. Don't miss the amazing opportunity. Vinod sir, audible? Yes, very good morning and very good noon to all. നമുക്കറിയാം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ ദിവസങ്ങളായിട്ട് നമ്മളൊരു മിഷനിലാണ്. നമ്മുടെ മിഷൻ എന്താണെന്ന് ചോദിച്ചാൽ 2030 ആകുമ്പോഴത്തേനും നമ്മൾ ഓരോരുത്തരും ഈ ഒരു സെഗ്മെന്റിൽ പൈനിയർ അല്ലെങ്കിൽ നമ്മളായിരിക്കും നമ്പർ 1 എന്ന് പറയുന്ന ആ ഒരു മിഷനിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ലേൺ ആൻഡ് ലേൺ ആദ്യം നമ്മൾ പഠിക്കണം, പഠിച്ചതിന് ശേഷം ഏൺ ചെയ്യണം, അല്ലെ? അതിപ്പം എന്താണെങ്കിലും നമ്മളിപ്പോൾ വിദ്യാഭ്യാസമാണെങ്കിലും ശരി, എന്താ പറയുക, നമ്മുടെ ജീവിത പഠനങ്ങളാണെങ്കിലും ശരി, എല്ലാം നമ്മൾ പഠിച്ചതിന് ശേഷമാണ് നമുക്കൊരു ഏൺ അല്ലെങ്കിൽ ഒരു സക്സസിലേക്ക് വരിക. അപ്പോൾ ആ ഒരു മിഷനാണ് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരാഴ്ചയിൽ തന്നെ വളരെയധികം ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് നൽകുകയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈ വോയിസ് ഈസ് ക്ലിയർ? Yes, sir. ഹലോ എവ്രിവൺ, ഹലോ. ഓഡിയബിൾ. തീർച്ചയായിട്ടും ഇന്ത്യയുടെ വിവിധ ഭാഗത്തു നിന്നും ലോകത്തിൽ നിന്നും ഒക്കെ നമ്മുടെ ആളുകൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 40+ ആളുകൾ ഇന്ന് ഈ ഒരു ബിസി ഷെഡ്യൂളിന്റെ ഇടയിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്റെ കടമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലുള്ള ഏറ്റവും നല്ല ടൈഅപ്പുകൾ അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾ, ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ, നമുക്ക് ലോകത്തിന്റെ ട്രെൻഡ് മാറുന്നതനുസരിച്ച് നമ്മളും ആ ട്രെൻഡിനോടൊപ്പം പോകണം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രൊഡക്റ്റുകൾ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യത്തിന്റെ ഭാഗമായിട്ട് നമുക്കിതാ ഒരു അടിപൊളി പ്രൊഡക്റ്റ് കൂടെ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അടിപൊളി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ടോട്ടലി ഇൻസ്പയർഡ് അബൌട്ട് ദാറ്റ്. കാരണം ഇന്നത്തെ ഒരു ട്രെൻഡ് നിങ്ങൾക്കറിയാം, പിന്നെ ഈ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു റിവേഴ്സ് ട്രെൻഡ് ഉണ്ട്, എല്ലാം അറിയാലോ. എക്സ്പെഷ്യലി കാനഡ ആയിരുന്നു കുറെ വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യം. കാനഡയുടെ അവസ്ഥ ഇപ്പോൾ അത്ര നല്ലതല്ല. പേരൻസും കുട്ടികളും ഒക്കെ ഒരു റെയർ ജോബ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോഴ്സുകൾ ഒഴിച്ച് എല്ലാ കോഴ്സുകൾക്കും പോകാൻ പറ്റുന്ന ഒരു കൺട്രി അല്ല ഇന്ന് കാനഡ. UK നമുക്കറിയാം, എസ്പെഷ്യലി ഒത്തിരി പോയ ആളുകൾ പോലും റിട്ടേൺ ബാക്ക് തിരിച്ചു വരാണ്. കഴിഞ്ഞൊക്കെ നമ്മൾ തന്നെ വിട്ട പല കുട്ടികളും അവരിപ്പോൾ എന്നോട് വീണ്ടും തിരിച്ചു ചോദിച്ചിട്ട് അതർ കൺട്രീസിലുള്ള ഓപ്ഷൻസും ഒക്കെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏഷ്യൻ കൺട്രീസിന്റെ വാല്യൂസ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. എസ്പെഷ്യലി നല്ല രാജ്യങ്ങൾ, ഏഷ്യൻ കൺട്രീസ് പഴയ കാലത്ത് യൂറോപ്യൻ കൺട്രി അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി, നോർത്തൻ അമേരിക്കൻ കൺട്രികളൊക്കെ ആയിരുന്നു ട്രെൻഡ് എങ്കിൽ ഇപ്പോൾ സായിപ്പുമാര് അവരുന്ന ആളുകളെ കൂടുതൽ എന്താ പറയുക, അവർക്ക് വേണ്ട ആളുകളെ മാത്രം വെച്ചിട്ട് അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പർട്ടിക്കുലർ ആളുകളെ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള അല്ലെങ്കിൽ അവരുടെ മേളിലേക്ക് ഉയർന്നു പോകുന്ന അവർ ചിന്തിക്കുന്ന ലെവലിലുള്ള ആളുകളെ എല്ലാം അവർ ആട്ടിപ്പായിക്കുന്ന ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ ഏഷ്യൻ രാജ്യം ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള, നമുക്കറിയാം ചൈന, അതുപോലെ തന്നെ സിംഗപ്പൂര്, ഇന്ത്യ, അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസ് എല്ലാം ഇന്ന് ഭയങ്കരമായിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്കാളും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളൊരു പർട്ടിക്കുലർ നമ്മളൊക്കെ ടൂർ പോകുന്ന സ്ഥലങ്ങളാണ് ഈ സിംഗപ്പൂര്, അല്ലെങ്കിൽ മലേഷ്യ, അതുപോലെ തന്നെ ബാങ്കോക്ക്, അതുപോലെ ദുബായ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൂർ പോകുന്ന, നമ്മളിൽ നിന്ന് വളരെ വളരെ അടുത്ത്, വെറും നമ്മുടെ കുട്ടികളെ ബാംഗ്ലൂരൊക്കെ പഠിപ്പിക്കാൻ വിട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് വിട്ട് അടുത്ത ഡിസ്ട്രിക്റ്റിലേക്ക് നമ്മൾ പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന അല്ലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അത്രയും സമയം, വെറും 4 മണിക്കൂർ അല്ലെങ്കിൽ 4.5 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്താൽ ഓടി എത്താൻ പറ്റുന്ന ലെവലിലുള്ള കൺട്രീസ് ആണ് ഇതെല്ലാം. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ മോൻ പോലും ഇന്നലെ അവൻ കയറി, ഇന്ന് അവൻ നാട്ടിൽ വന്നിറങ്ങി. എനിക്ക് അവനെ കാണണമെന്ന് തോന്നി. അതുപോലെ തന്നെ അവന് വിഷു അതുപോലെ എല്ലാ ആഘോഷങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, മക്കളെ വേണമെന്ന്. പക്ഷെ ഒരു യൂറോപ്പിലാണ് ഇത് സാധിക്കില്ല. അവരുടെ ഫ്ലൈറ്റ് ചാർജ് തന്നെ ഭയങ്കരമായിരിക്കും, ഒരു ഭൂമിയുടെ അപ്പുറത്തായിരിക്കും അവർ ഇത് ചെയ്യുക. അപ്പം നമ്മളൊരു പേരൻസ് അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ വിദേശത്തോട്ട് സെലക്ട് ചെയ്യുമ്പോൾ
ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളുടെ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 4-5 കാര്യങ്ങളുണ്ട്. അത് ഞാൻ കുറച്ച് സ്പീഡപ്പ് ആയിട്ട് പറയാം. കാരണം നമ്മുടെ ഒരു എന്താ പറയുക ലിസണിങ് സ്പാൻ, മലയാളിയുടെ പ്രത്യേകിച്ചും ലിസണിങ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നേരം ഒന്നും കേട്ടോണ്ടിരിക്കാൻ ആരും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറയും. പിന്നെ നിങ്ങൾ ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ട്രെയിനിങ് തന്നെ ഇതാണ്. എൻ്റെ ഒരു 10 മിനിറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി റെപ്പിന്റെ ഏകദേശം ഒരു 20 മിനിറ്റ് ഉണ്ടാവും. അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻസ് ഒരു 20 to 30 മിനിറ്റ്സ് ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 1 hour കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് ആണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു അടിപൊളി പ്രോഗ്രാമാണ്. ഇന്നത്തെ പ്രോഗ്രാം ഈ ഒരു ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത ആളുകൾക്ക് ശരിക്കും ഒരു നഷ്ടം തന്നെ ആയിരിക്കും എന്നും കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട്, ഞാൻ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ പേരൻസ് അല്ലെങ്കിൽ കുട്ടികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ കൗൺസിൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു വലിയ മിഷനിലാണ്. ഒത്തിരി ആളുകളെ ഇന്നലെ നമ്മൾ MBBSന്റെ ട്രെയിനിങ് കൊടുത്തു. ഇന്ത്യയിൽ വെറും 1 ലക്ഷം സീറ്റേ ഉള്ളൂ. പക്ഷേ ലോകം മുഴുവൻ നമുക്ക് 50,000 സീറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ പഠിച്ചിട്ട് ഡോക്ടർമാരാക്കി നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവരുക, അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലോ ആതുര സേവന രംഗത്തിലേക്ക് നമുക്കൊരു 1000 ഡോക്ടർമാരെ നമ്മൾ വിചാരിച്ചാൽ നടക്കും. നമ്മുടെ ഒരു 211 പാർട്ട്നേഴ്സ് ഉണ്ടല്ലേ, ഇത്രയും പാർട്ട്നേഴ്സ് ഒരു 100 ഡോക്ടർമാരെ വിചാരിച്ചാൽ നടക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം, മലേഷ്യയുടെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആ 4 സബ്ജക്റ്റുകൾ മെയിൻ സബ്ജക്റ്റുകളാണ്. ഈ 4 സബ്ജക്റ്റിലുള്ള ആളുകൾക്ക് നമുക്ക് അവരെ അവിടെ ആ ഒരു പ്ലേസ് ചെയ്ത് അതിനകത്തുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്താണെന്ന് എന്താ പറയുക എഡ്വിൻ സാർ പറയും. എന്നാലും ഞാനൊരു 3-4 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പേരൻസ് വിദേശത്തോട്ട് അയക്കുമ്പോൾ അവർ നോക്കുന്ന ഒരു കാര്യം കുട്ടികളുടെ സേഫ്റ്റിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമത് എന്താണ്, അവർ പഠിച്ചിറങ്ങുന്ന യൂണിവേഴ്സിറ്റികൾ വേൾഡ് റാങ്കിങ് അല്ലെങ്കിൽ ഏഷ്യൻ റാങ്കിങ് ഒക്കെ ഉണ്ടായിരിക്കണം. അടുത്തത് എന്താണ്, ഈസി അക്സസ് ആയിരിക്കണം, വിസ സക്സസ്. ഈ കഴിഞ്ഞ ദിവസം കൂടെ നമ്മുടെ കുട്ടികൾ യൂറോപ്പിലേക്ക് ശ്രമിച്ചിട്ട് ഒരു 6 മാസം 8 മാസം ശ്രമിച്ചിട്ട് വിസ കിട്ടുന്നില്ല, അഡ്മിഷൻ കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള പല ഇഷ്യൂസ് ഉണ്ടല്ലേ. അപ്പം നമ്മൾ എടുക്കുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ 6 മാസം 8 മാസം ഒക്കെ നഷ്ടപ്പെടും. നമുക്ക് ഈസി ടു വിസ കിട്ടുന്നതായിരിക്കണം. അതുപോലെ തന്നെ ഈസി ടു എന്താ പറയുക അഫോർഡബിൾ ഫീസ് ആയിരിക്കണം. ഫീസ് അഫോർഡബിൾ ആയിരിക്കണം. വലിയ ഹ്യൂജ് ഒക്കെ ഫീസ് കൊടുക്കാൻ കൊടുത്ത് പഠിക്കാൻ ഇപ്പൊ ഇന്ത്യയിലും ആണെങ്കിലും എഡ്യൂക്കേഷൻ ഭയങ്കര കോസ്റ്റ്ലി ആണ് അല്ലെ. പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഗവൺമെന്റിൽ മെറിറ്റിൽ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലും കുറഞ്ഞ ചിലവിൽ ഇന്റർനാഷണൽ ഡിഗ്രി അല്ലെങ്കിൽ ഗ്ലോബൽ എക്സ്പ്ലോഷറിലേക്ക് ഈ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, കാരണം ഇന്ത്യയിൽ പഠിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലോഷർ ഇല്ല. എസ്പെഷ്യലി ഇപ്പൊ ഇന്ത്യയുടെ അവസ്ഥ ഇച്ചിരി കൂടെ മോശമാണ്. ഈ MDMA അങ്ങനെയുള്ള ഓരോ ക്യാമ്പസിലും പിടിമുറക്കിയിരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം നിരോധിച്ചിട്ടുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ല നല്ല രാജ്യങ്ങളിൽ പോയി ഒരു ഇന്റർനാഷണൽ എക്സ്പ്ലോറേഷനിലേക്ക് ഇവർ പോകാൻ സാധിക്കണം. പിന്നെ നമുക്ക് ഈ എൻട്രി റിക്വയർമെന്റ്സ് കുറവായിരിക്കണം. അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IELTS വേണം, ശരിയാണ്. പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ലാതെ നമ്മൾ പോയിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും IELTS പാസ്സായി ഇത്ര സ്കോർ ഉണ്ടെങ്കിലേ പോകാൻ പറ്റുമെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പോകാൻ പറ്റില്ല. ഹൈ സ്കോർ ആണെങ്കിൽ പോകാൻ പറ്റില്ല. വിസ സക്സസ് റേഷ്യോ കുറവാണെങ്കിൽ നമുക്ക് വിടാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി റാങ്കിങ് ഇല്ലെങ്കിൽ നമ്മൾ പോയിട്ട് കാര്യമില്ല. പിന്നെ അതിനോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ജീവിത ചെലവ്. നമുക്ക് ഫീസ് എങ്ങനെയും പേരൻസ് റെഡിയാക്കി കൊടുക്കും. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം അവർക്ക് അവരുടെ ജീവിത ചെലവ് മീറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, അങ്ങനെ ഒരു പാർട്ട് ടൈം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണെങ്കിൽ ഏറ്റവും ഒരു ഇതല്ലേ. അവരുടെ ജീവിത ചെലവ് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുക ഇന്റർനാഷണൽ എക്സ്പ്ലോറേഷൻ കിട്ടുന്നതോടൊപ്പം. അതുകൊണ്ടാണ് എല്ലാവരും ഇന്ത്യയിലെ സ്റ്റഡിയിൽ നിന്ന് ഈ ഗ്ലോബൽ സ്റ്റഡിയെ വ്യത്യസ്തമാക്കുന്നു. അതാണ് കാരണം. ഇന്ത്യയിലെ സ്റ്റഡിയിലൊന്നും ഒരിക്കലും ഒരു പാർട്ട് ടൈം ചെയ്തുകൊണ്ട് ഒരു കുട്ടിക്ക് ഏൺ ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റില്ല. പക്ഷെ വിദേശ രാജ്യങ്ങളിലെല്ലാം അവർക്ക് പഠിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ഏണിങ്ങും കൂടെ അല്ലെങ്കിൽ ഒരു സേവിങ് ഒരു മെന്റാലിറ്റി ഉണ്ടാക്കാനും അല്ലെങ്കിൽ സ്വയം പര്യാപ്തനാക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഗ്ലോബൽ എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഒരു പ്രചാരകർ തന്നെ ആയത്. ലോകം മുഴുവൻ ഗാന്ധിജിയും നെഹ്റു എല്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പഠിച്ച് ഇന്ത്യയിലേക്ക് അവരുടെ കാര്യങ്ങൾ കൊണ്ടുവന്നവരാണ് അല്ലെ. നമ്മൾ ഒരിക്കലും ലോക മാർക്കറ്റിലേക്ക് ഇറങ്ങാനാണ് ഇവർ പറയുന്നത്. പണ്ട് ഇപ്പൊ കാനഡയിൽ പോയവരെല്ലാം അവിടെ സെറ്റിൽ ആയതിനാ പോരാ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ട്രെൻഡ്. ഏറ്റവും നല്ല വിദ്യാഭ്യാസം എവിടെ എടുക്കുക, ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എൻട്രി ആവുക. അതല്ലാതെ പ്രത്യേകിച്ച് കാനഡ എന്നോ UK എന്നോ അല്ലെങ്കിൽ ജർമ്മനി എന്നോ അങ്ങനെ ഒരു തോട്ട്സ് അല്ല. അതിന് പകരം ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ എടുത്ത് ഇന്റർനാഷണൽ എക്സ്പ്ലോഷർ എടുത്ത് കുറഞ്ഞ ഇതെടുത്തിട്ട് ലോക മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്ത് എവിടെ വേണമെങ്കിലും സെറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ച് ഇന്ത്യയിൽ വരാം, അല്ലെങ്കിൽ ജോബ് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുക. അപ്പം പർട്ടിക്കുലർ UK പോരും അല്ലെങ്കിൽ കാനഡയിൽ പോരും ഇങ്ങനെയാണ് കേട്ടോ. അവര് അവിടുന്ന് ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗ്ലോബൽ സിറ്റിസൺ തോട്ടാണ്, അല്ലാതെ പർട്ടിക്കുലർ ഒരു കൺട്രിയോ പർട്ടിക്കുലർ പ്ലേസോ അല്ല ഇനിയുള്ള പുതിയ തലമുറയുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മലേഷ്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം നമ്മുടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ്, നമ്മുടെ ഫ്രണ്ട്ലി കൺട്രി ആയിട്ടുള്ള വളരെ പീസ്ഫുൾ ആയിട്ടുള്ള നമ്മളെല്ലാം ടൂർ പോകുന്ന ഒരു സ്ഥലത്തെ ഒരു യൂണിവേഴ്സിറ്റിയും അവിടുത്തെ കോഴ്സുകളുമാണ് നമ്മൾ പ്രതിനിധിക്കാൻ പോകുന്നത്. അതിനകത്തുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ ബെനിഫിറ്റ്സുകളെല്ലാം അതിനകത്തുണ്ടെന്നുള്ളതാണ്. എന്തൊക്കെയാണ്? വേൾഡ് റാങ്കിങ് ആണ്, അഫോർഡബിൾ ഫീസ് ആണ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് എൻട്രി റിക്വയർമെന്റ്സ് കുറവാണ്, വിസ സക്സസ് 100%. വിസ കിട്ടിയതിന് ശേഷം നമ്മുടെ സിംഗപ്പൂർ പോലെ തന്നെ വിസ കിട്ടിയതിന് ശേഷം ഫീസും കാര്യങ്ങളൊക്കെ അടച്ചാൽ മതി. പിന്നെ പാർട്ട് ടൈം ചെയ്യാം.
അതിനേക്കാളും ഒക്കെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പിന്നെ ഫാമിലിയെയും കൂടെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു. ഇപ്പം പല രാജ്യങ്ങളും നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്, ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റുമോ. അത് ഫാമിലി അപ്പം ചോദിക്കും ഫാമിലിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ. ഫാമിലിക്ക് ജോലി ചെയ്യാൻ പറ്റും, പക്ഷെ അവർക്ക് വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഡിപ്പെൻഡ് വിസയിൽ പോയിട്ട് അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. പക്ഷെ മലേഷ്യ പോലെ ഒരു സ്ഥലത്ത് വളരെ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കുറഞ്ഞ ഒരു സ്ഥലമാണ്, വളരെ ട്രാവൽ കുറഞ്ഞ സ്ഥലമാണ്. ഇത്തരം കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഡ്വിൻ സാറിന് പറയാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഒരു കോളേജിന്റെ പ്രതിനിധി എന്നുള്ള സ്ഥിതിക്ക് കോളേജിന്റെ ഫീസ് സ്ട്രക്ചർ, അവിടുത്തെ കാര്യങ്ങൾ എന്താണ്, ഇതിന്റെ ബെനിഫിറ്റ്സ് ഒത്തിരി പറയാനുണ്ടാവും എഡ്വിൻ സാറിന്. കാരണം ഞാനൊരു ഇത് നമ്മളുടെ എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമ്മുടെ സിംഗപ്പൂർ ഗവൺമെന്റ് കോളേജ് പോലെ ഇന്ന് കേരളത്തിലെ പ്രമുഖർക്ക് പോലും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇതിനകത്ത് നിങ്ങളൊരു 25-50 കുട്ടികളെ വെച്ച്, അല്ല അറ്റ്ലീസ്റ്റ് ഒരു 10 കുട്ടികളെ വെച്ചാലും നിങ്ങൾക്ക് ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്യാൻ ചെയ്ത് അത്രയും പേർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇതിനകത്ത് കുട്ടികളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, പേരൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരോടും കൂടെ ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ 2-3 ആളുകളോട് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിച്ചു പോവാം. നിങ്ങൾക്ക് പിന്നെ ഇപ്പം തനിച്ചു പോകുന്നതിന് പകരം നിങ്ങൾ 2-3 പേര് കൂടി നിങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടാവും. വളരെ അഫോർഡബിൾ ഫീസാണ്, യൂറോപ്പിന്റെ ഫീസേ ഉള്ളൂ. അതാണ് ഇതിനകത്തുള്ള രസം. പിന്നെ യൂറോപ്പിലൊക്കെ നമ്മൾ ഈ ജീവിത ചെലവൊക്കെ കാണിക്കണം, ഷോ മണി, ബ്ലോക്ക് ഫണ്ട്, അങ്ങനെയുള്ള IELTS, അങ്ങനെ എക്സ്ട്രാ പൈസ ഒരു 10-12 ലക്ഷം രൂപ അല്ലെ 15 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സാധാരണ ഒരു വിദേശ വിദ്യാഭ്യാസം സാധ്യമാവുള്ളൂ. ഇതിപ്പോ നിങ്ങൾ ഫീസ് കേട്ടാൽ ഞെട്ടിപ്പോവും. വളരെ കുറച്ച് ഫീസാണുള്ളത്, ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റും, അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സുകളാണ്. ഹലോ, am I audible? ഹലോ, ഓഡിബിൾ ആയിരുന്നു? ഐ ആം വെരി സോറി. അപ്പം വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. തീർച്ചയായിട്ടും നമ്മുടെ പാർട്ട്നേഴ്സിന് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ തരികയാണ്. നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ അത്ര അട്രാക്റ്റീവ് ആണ്, സീസൺ ആണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അറിയാം, ഓരോ പാർട്ട്നേഴ്സും നല്ല തിരക്കുള്ളവരൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ എവിടെയാണ് നമ്മുടെ എഫേർട്ട് ഇടേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇത്രയും നാളും ഇത്രയും നല്ല ലെവലിൽ എത്തി, പക്ഷെ ഇനിയും നമുക്ക് അപ്പുറത്തെ ലെവലിൽ എത്തണം. സെയിം കാര്യങ്ങളും സെയിം ചിന്തയും സെയിം കോൺസെപ്റ്റ് നമുക്ക് ഏണിങ്സോ അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ന് മുതൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക, സെപ്റ്റംബർ ഒക്ടോബർ വരെയാണ് നമ്മുടെ സമയം. ഈ സമയം നമ്മളൊന്ന് എല്ലാ ദിവസവും നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഒത്തിരി ജീവിത വിജയങ്ങൾ നമുക്ക് നേടാൻ പറ്റും അല്ലേ. നമുക്ക് ഒരിക്കലും തനിച്ചൊന്നും നമ്മുടെ ജീവിതത്തിൽ നേടാൻ പറ്റില്ല, നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മാർക്കറ്റിംഗ് സൈഡ് നിങ്ങൾ ചെയ്ത് കൂടുതൽ ക്ലയൻസിനെ രജിസ്ട്രേഷൻ സൈഡ് നിങ്ങളാക്കുക, ഡോക്യുമെന്റേഷനും ബാക്ക് എൻഡും ബാക്കി എല്ലാ ആഫ്റ്റർ ലാൻഡിംഗ് സർവീസുകളും നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പാർട്ണറായിട്ട് നിന്നുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ചെയ്തു വരും. അപ്പം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ഏറ്റവും നല്ല പ്രൊഡക്റ്റുകളായിരിക്കും നിങ്ങളിലേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് ഞാൻ വളരെ ഗ്യാരണ്ടീഡ് ആയിട്ട് തരുന്ന പ്രൊഡക്റ്റുകളായിരിക്കും. അല്ല അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കുന്നുണ്ട്. ഉറപ്പ് തന്നുകൊണ്ട് ഞാനിതാ ഈ ഒരു പ്രൊഡക്റ്റ് ബ്രീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവ് മിസ്റ്റർ എഡ്വിനെ ഞാൻ ക്ഷണിക്കുകയാണ്. എഡ്വിൻ തമിഴ്നാട്ടുകാരനാണ്, എന്നാൽ കൂടി ഹി നോ മലയാളം വെരി വെൽ. എഡ്വിൻ സാർ, ആർ യു ഓക്കെ ടു ടോക്ക് ഇൻ മലയാളം? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. വോയിസ് ഓഡിബിൾ ആണോ സർ? മലയാളത്തിൽ സംസാരിക്കാൻ ഓക്കെ അല്ലേ സാറ്? മലയാളം ആണെങ്കിലും ഓക്കെയാണ്, ഇംഗ്ലീഷ് ആണെങ്കിലും ഓക്കെയാണ്, ഹിന്ദി ആണെങ്കിലും ഓക്കെ ആണല്ലേ? ഹിന്ദി അല്ല, ഇംഗ്ലീഷ്. ഓക്കെ ഓക്കെ, ഇംഗ്ലീഷ് മലയാളം ഓക്കെയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ആളുകൾക്ക് കൂടുതൽ ശ്രമിക്കാൻ വേണ്ടി, കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ആവാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ തന്നെ സാറൊന്ന് പറയുക. ഇംഗ്ലീഷ് മിക്സ് ചെയ്തോളൂ, നോ വറീസ് കേട്ടോ. അപ്പം സാറിനെ ഞാൻ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കാര്യങ്ങളും, ഇതിന്റെ ഓപ്പർച്യൂണിറ്റി, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് എല്ലാം സാർ പറയും. പിന്നെ എങ്ങനെയാണ് ഇതിന്റെ നമ്മള് എല്ലാ കാര്യങ്ങളും സാർ പറയും. വെൽക്കമിങ് ടു അവർ പ്ലാറ്റ്ഫോം സാർ. സാർ ഗുഡ് മോർണിംഗ്. ഇങ്ങനെ ഒരു ചാൻസ് തന്നതിന് വളരെ താങ്ക്സ് ആണ്. ഓക്കെ വോയിസ് ഓഡിബിൾ അല്ലേ സാർ? ഹലോ, ഓഡിബിൾ ആണ്. ബാക്കിയുള്ളവരുടെ കാര്യം ഒന്ന് പറയണേ. ഓക്കെ സർ, ഞാനിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ലിങ്കൻ യൂണിവേഴ്സിറ്റി ആണ്, മലേഷ്യയിലെ ലിങ്കൻ യൂണിവേഴ്സിറ്റി. അത് വന്നിട്ട് മലേഷ്യൻ റാങ്കിങ്ങിൽ 9th place ആണ്. പിന്നെ നമ്മുടെ വേൾഡ് റാങ്കിങ് നോക്കുമ്പോൾ 300 to 400 ഇടയ്ക്കുണ്ട്. 301 to 400 ഇടയ്ക്കാണ് വേൾഡ് റാങ്കിങ്ങിൽ വരുന്നത്. അതിൽ എല്ലാ കോഴ്സസും ഉണ്ട്. ബട്ട് നമ്മൾ എല്ലാ കോഴ്സസും നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഇന്ത്യയിൽ പോയിക്കൊണ്ടിരിക്കുന്ന 4 കോഴ്സസ് മാത്രം. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ MBA, BSc നഴ്സിംഗ്, BTech AI, പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ്. ഈ 4 കോഴ്സസ് മാത്രമേ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് വിത്തിൻ 1 month മറ്റേ എല്ലാ കോഴ്സസും ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എന്താ നെക്സ്റ്റ് കോഴ്സസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മള് ഇത് MBBS ഫീസ് വന്നിട്ട് മലേഷ്യയിൽ കൂടുതലാണ്.
അപ്പൊ നമ്മൾ അത് എടുത്തിട്ട് നമ്മൾ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ മലേഷ്യയുടെ MBBS ഫീസ് വന്നിട്ട് അപ്രോക്സിമേറ്റ്ലി 1 CED അടുത്ത് വരുന്നുണ്ട് ടോട്ടൽ പാക്കേജ്. സോ അപ്പൊ നമ്മൾ അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്, നമുക്ക് കാൻഡിഡേറ്റ്സിനെ കിട്ടത്തില്ല. സോ നമ്മൾ അത് ട്രൈ ചെയ്യുന്നില്ല. നമ്മൾ ഏതാണോ നമുക്ക് ഫീസിബിൾ ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കഴിക്കുന്നത് അതിനെയാണ് നമ്മൾ ട്രൈ ചെയ്ത് നമ്മൾ അതിൽ ഇത് ചെയ്യാൻ നോക്കുന്നത്. ഇപ്പൊ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് MBA കുറിച്ചാണ്. MBA നമുക്ക് അവിടെ വരുന്നത് 1 year 6 months ആണ് കോഴ്സ് ടൈം. പിന്നെ 1 year സ്റ്റേ ബാക്ക് ഉണ്ട്. ടോട്ടൽ അതിന്റെ ഫീസ് ആയിട്ട് വരുന്നത് 4,800 USD ആണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി ഇന്ത്യൻ റുപ്പീസിൽ ഫസ്റ്റ് ഇയറിൽ 2,90,000 റുപ്പീസും സെക്കൻഡ് ഇയറിൽ 1,20,000 റുപ്പീസും. ഇത് വന്നിട്ട് നമ്മൾ ഇന്ത്യയിലുള്ള കോളേജിൽ പോലും ഇതിനേക്കാളും കൂടുതലാണ് ഫീസസ് ഇരിക്കുന്നത്. സോ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും റെഡി ആയിരിക്കും ഇത് മലേഷ്യയിൽ പോയി പഠിക്കാനായിട്ട്. ഓക്കെ, ഇത് വളരെ അഫോർഡബിൾ ഫീ ആണ്, ഇന്ത്യയിൽ പോലും അതിൽ കൂടുതലാണ്. ഓക്കെ, ഇത് PPT കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണോ എന്റെ ഓൺ എക്സ്പ്ലനേഷൻ മതിയോ സർ? അത് രണ്ടും മിക്സ് ചെയ്തങ്ങ് പോയിക്കോളൂ സാർ, നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ, PPT ഫോളോ ചെയ്തു, അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ കൂടെ പറഞ്ഞു. ഓക്കെ 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 ഓക്കെ. ഇത് അപ്പൊ പറയുവാണെങ്കിൽ ഇത് ലിങ്കൻ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തത് 2002 2 സ്റ്റാർട്ട് ചെയ്തപ്പോൾ കോളേജ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 2011 യൂണിവേഴ്സിറ്റി അക്രഡിറ്റേഷൻ ആയി യൂണിവേഴ്സിറ്റി ആയിട്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രം 2011. ഇത് 2017 മലേഷ്യയിൽ 5 സ്റ്റാർ റാങ്കിങ് അതിന് കിട്ടിയിട്ടുണ്ട്. ഫ്രം 2017 നിന്ന് ഇതുവരെ ആ 5 സ്റ്റാർ റാങ്കിങ്ങിനെ അവർ അത് ഫോളോ ചെയ്ത് അതിനെ തക്ക വെച്ചിട്ടുണ്ട്. സോ അത് വന്നിട്ട് നല്ല ഒരു സ്റ്റാൻഡേർഡ് ആണ്. 5 സ്റ്റാർ റാങ്കിങ് ഒരു കോളേജ് യൂണിവേഴ്സിറ്റി കിട്ടുകയെന്ന് വെച്ചാൽ സിംപ്ലി കിട്ടത്തില്ല, അത് അത്രയ്ക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് അവർ റൺ ചെയ്യുന്ന കൊണ്ട് അത് കിട്ടുന്നതാണ്. പിന്നെ അടുത്ത് റാങ്കിങ്, മലേഷ്യയിൽ അതിന്റെ റാങ്കിങ് 9th ആണ്. സോ അത് വന്നിട്ട് ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ ഒന്നാണ് ഇൻ മലേഷ്യ. 9th റാങ്കിങ് എടുക്കുന്നത് അത് അറിയാമല്ലോ, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. 9th റാങ്കിൽ വരുന്നതുകൊണ്ട് നല്ല ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആണ് ലിങ്കൻ യൂണിവേഴ്സിറ്റി ഇരിക്കുന്നത്. പിന്നെ ഓവറോൾ റാങ്കിങ് നമ്മൾ നോക്കുമ്പോൾ വേൾഡ് റാങ്കിങ്ങിൽ വരുന്നത് 300-ന്റെയും 400-ന്റെയും നടുക്കെയാണ്. അത് കറക്റ്റതില്ല, 300 to 400 നടുക്ക് നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യാം വേൾഡ് റാങ്കിങ്ങിന്റെ. അതിൽ 300-ന്റെയും 400-ന്റെയും ഇടയ്ക്കാണ് വരുന്നത്. പിന്നെ എന്താണ് ഇതിന്റെ ഇൻടേക്സ് എന്ന് പറയുന്നത് 4 ഇൻടേക്സ് ഉണ്ട് യൂണിവേഴ്സിറ്റിയിൽ. ഫെബ്രുവരി ഇൻടേക്ക്, ഏപ്രിൽ ഇൻടേക്ക്, ഇത് ഓഗസ്റ്റ് ഇൻടേക്ക്, ഡിസംബർ ഇൻടേക്ക്. സോ നമ്മൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പൊ നമ്മളിപ്പോ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു MBAക്ക് സ്റ്റുഡൻസ് ഇപ്പോ നിങ്ങൾ തരുവാണെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നത് ഏപ്രിൽ ഇൻടേക്കിലായിരിക്കും, ബാക്കിൽ ചെയ്യാൻ പറ്റും. ഒരു 1 month or 2 months നമ്മൾ ബാക്കിൽ. സാർ ഞാൻ ഒന്ന് ഇൻവോൾവ് ചെയ്തോട്ടെ പാർട്ട്നേഴ്സിനോടാണ്. കാരണം ഇത്രയും നമുക്ക് ഒരിക്കലും, അതായത് 12 മാസവും പണിയെടുക്കാൻ പറ്റുമെന്നാണ് അർത്ഥം. എല്ലാ 3 മാസം കൂടുമ്പോൾ നമുക്ക് കുട്ടികളെ വിടാം. അത് പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് സെപ്റ്റംബർ ഇൻടേക്ക് അല്ലെങ്കിൽ ജനുവരി മാത്രമല്ലേ ഉള്ളൂ. താങ്ക് യു സാർ, താങ്ക് യു. ഗോയിങ് ഓൺ. ഹലോ വോയിസ് ഓഡിബിൾ ആണത്? ക്യാരി ഓൺ സാർ, ക്യാരി ഓൺ. സോറി ഫോർ ദി ഓക്കെ ഓക്കെ. ഇല്ല അത് എനിക്ക് മലയാളം ഇച്ചിരി വാട്സ് കിട്ടുന്നില്ല. സോ അതിൽ ഞാൻ എന്തെങ്കിലും തെറ്റുമ്പോൾ നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അതെല്ലാ വേർഡ്സും എനിക്ക് മലയാളത്തിൽ കിട്ടുന്നില്ല. ഓക്കെ, എനിക്കോ നോ പ്രോബ്ലം. സോ അത് റോളിംഗ് ഇൻടേക്ക്, അത് വന്നിട്ട് ഫുള്ളി നമുക്ക് 24/7 വേണമെങ്കിൽ പറയാം. എപ്പോ വേണമെങ്കിലും നമുക്ക് അഡ്മിഷൻ ചെയ്തുകൊണ്ടിരിക്കാം. അഡ്മിഷൻസിൽ കുറച്ച് നമുക്ക് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അപ് ടു ഇത് ഏപ്രിൽ മന്ത് ആണ്. ഏപ്രിൽ മന്തിന്റെ ഇൻടേക്കിന് സ്റ്റുഡൻസിന് നമ്മൾ May month വരെ നമുക്ക് അയക്കാൻ പറ്റും. May month നമ്മൾ സ്റ്റുഡൻസിന് അയച്ചാൽ പോലും വി ക്യാൻ ടേക്ക് ദി സ്റ്റുഡന്റ് അഡ്മിഷൻ ഫോർ ഏപ്രിൽ മന്ത്. അതുവരെ നമുക്ക് നല്ല ബെനിഫിറ്റ് ആണ്. May കഴിഞ്ഞിട്ട് എടുക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ നെക്സ്റ്റ് ഓഗസ്റ്റ് ബാച്ചിന് വിടുക. ഇഫ് ദേ ആർ എലിജിബിൾ ഫോർ ഏപ്രിൽ മന്ത് വി ക്യാൻ ടേക്ക് ദി സ്റ്റുഡൻസ് ഫോർ ഏപ്രിൽ മന്ത് ഇൻ May month ആൾസോ. ഓക്കെ, നെക്സ്റ്റ് പിന്നെന്താ അതിൽ നമ്മളിപ്പോ ഞാൻ ആദ്യം പറഞ്ഞു നമ്മളിപ്പോ 4 കോഴ്സസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് മോസ്റ്റ്ലി ചെയ്യുന്നത്. എല്ലാ കോഴ്സസിനും പ്രോസസ് എല്ലാം സെയിം തന്നെയാണ്. ഫസ്റ്റ് അതിന്റെ പ്രോസസ് പറയാം, നമ്മൾ എങ്ങനെയാണ് അതിന്റെ പ്രോസസ് ചെയ്യുന്നത്. അതിനടുത്ത് ഞാൻ ഫീസ് സ്ട്രക്ചർ പറയാം. പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സ്റ്റുഡന്റ് നമുക്ക് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈഡ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സോ എന്തെങ്കിലും ഒന്ന് കൺഫർമേഷൻ മേടിച്ചിട്ട് നമ്മൾ എല്ലാ സർട്ടിഫിക്കറ്റ്സും സ്കാൻ കോപ്പീസ്
സ്കാൻഡ് കോപ്പീസ്, നല്ല ക്ലിയർ കോപ്പീസ് ആയിരിക്കണം നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കുക. ആ യൂണിവേഴ്സിറ്റിയാണ് മലേഷ്യൻ എംബസിക്ക് അയച്ചിട്ട് അവിടെ നിന്നാണ് നമുക്ക് ഇത് വിസ പ്രോസസ്സിംഗ് നടക്കുന്നത്. ഇന്ത്യയിലല്ല വിസ പ്രോസസ്സിംഗ്. വിസ പ്രോസസ്സിംഗ് നമുക്ക് നടക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ. യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് മലേഷ്യൻ എംബസിയിൽ അപ്ലൈ ചെയ്ത് അവിടെ നിന്നാണ് നമുക്ക് വിസ എടുക്കുന്നത്. അവിടെ ആദ്യം നമുക്ക് ഇത് കിട്ടുന്നത് ഒരു സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കർ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റുഡന്റ് അവിടെ പോകുന്നത്. അവിടെ പോയിട്ട് വിത്തിൻ 1 month അവർ അതിനെ വിസ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എംബസിയിൽ അതിനെ അപ്ലൈ ചെയ്ത് നമ്മുടെ പാസ്പോർട്ട് വെച്ചിട്ട്, സ്റ്റുഡന്റിന്റെ പാസ്പോർട്ട് വെച്ചിട്ട് അതിനെ വിസ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് സ്റ്റുഡന്റിന്റെ ഫീസ്, ട്യൂഷൻ ഫീസ് എല്ലാം സ്റ്റുഡന്റ് അവിടെ പോയിട്ട് പേയ്മെന്റ് ചെയ്താൽ മതി. ഇവിടെ നിന്ന് പ്രോസസിങ് ഫീസ് മാത്രം സ്റ്റുഡന്റ് പേ ചെയ്യുക. റിമൈനിങ് എമൗണ്ട്സ്, ട്യൂഷൻ ഫീസ് എല്ലാം അവിടെ പോയിട്ട് പേ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. ഇവിടെ നിന്ന് പേ ചെയ്യണമെന്നുള്ള പിള്ളേർക്ക് പേ ചെയ്യാം. ചില പിള്ളേർക്ക് അവിടെ നമ്മളെടുത്ത് പറയും ഞാൻ അവിടെ കോളേജിൽ പോയിട്ട് കോളേജിൽ പേയ്മെന്റ് ചെയ്യാം. For that students we can accept it and let them pay the whole amount in the college itself. Only the processing amount that will be coming around 1,600 USD, that is around 1,35,000, that the student has to pay in India. പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻ മലേഷ്യ മറ്റേ എല്ലാ കൺട്രീസിനും IELTS ഔട്ട് ഓഫിൽ ഏതെങ്കിലും ഒരെണ്ണം വേണം. ബട്ട് ഇന്ത്യൻ ഗവൺമെന്റും മലേഷ്യൻ ഗവൺമെന്റും നല്ല ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്ന കാരണം ഇന്ത്യൻ സ്റ്റുഡൻസിന് IELTS വേവർ ആണ്. ഇന്റർവ്യൂയോ ഒരു IELTS എക്സാമോ അങ്ങനെ ഒരു എക്സാമും ആവശ്യമില്ല. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് അങ്ങനത്തെ ഒരു ഇതും വരണല്ല. വിസ അതുപോലെ 100% സക്സസ് ആണ്. ഇതുവരെ വിസ റിജക്ഷൻ അങ്ങനത്തെ പ്രശ്നം വന്നിട്ടില്ല. സോ നമുക്ക് വിശ്വസിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വേറെന്താണ്? ഓക്കെ മാം. സർ MBA 1 year ആണല്ലോ. 1 year 6 months. 1 year 6 months. Yes ma'am. 1 year സ്റ്റേ ബാക്ക് ഉണ്ടെന്ന് പറഞ്ഞു. 1 year 6 months എന്ന് പറയുമ്പോൾ 6 months പെയ്ഡ് ഇന്റേൺഷിപ്പ് ഒന്നും അല്ലല്ലോ. 1.5 വർഷത്തെ പ്രോഗ്രാം അല്ലേ? 1.5 വർഷത്തിന്റെ പ്രോഗ്രാം ആണ്. ഫസ്റ്റ് ഇയറിന് 3,400 USD ആണ് ഫീസ്. സെക്കൻഡ് ഇയർ ദാറ്റ് മീൻസ് ഫോർ നെക്സ്റ്റ് 6 months the fees will be 1,400 USD. 1,400 അല്ലേ? ഇതിന്റെ 4,800. കംസ് എല്ലാം കൂടെ. ഇപ്പൊ നമ്മളിപ്പോ സോറി പറഞ്ഞല്ലോ, ഇപ്പൊ പ്രോസസ് ചെയ്യുന്നതിന് ഫുൾ സർട്ടിഫിക്കറ്റ്സ്. അപ്പൊ ആസ് യൂഷ്വൽ നമ്മൾ വെക്കുന്ന പോലെ 10th +2 ദെൻ ഡിഗ്രി. MBA കാരനായതുകൊണ്ട് ഡിഗ്രി അല്ലേ? ഡിഗ്രിയുടെ മാർക്ക് ഷീറ്റ്സ്, കോൺവൊക്കേഷൻ എല്ലാം. ദെൻ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് പിള്ളേർ ഇപ്പം ഏജ് ലിമിറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വെക്കുന്നതിന്? പിന്നെ വന്നിട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും ഫർദർ സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലും നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ അതിന്റെ ആവശ്യമില്ല. നമ്മൾ വെക്കുന്നതിൽ കുഴപ്പമില്ല. അത് നിങ്ങൾ വെച്ചില്ലാന്ന് വെച്ചാൽ അത് റിജക്ഷൻ ആവത്തോ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഫുൾ ഫീസ് അവിടെ ചെന്നതിന് ശേഷം അവർ പേ ചെയ്താലും മതി. ഓക്കെ, നമുക്ക് ഇവിടെ പിള്ളേരുടെ പ്രോസസ്സിന് വേണ്ടിയിട്ട് 1,600 USD they have to pay to the college officials. Okay, ഡയറക്റ്റ് നമ്മൾ പിള്ളേരെ officials പേ ചെയ്യണം. ബിക്കോസ് ആൾറെഡി ഞാൻ പറഞ്ഞിരുന്നു ഇത് വന്നിട്ട് വിസ പ്രോസസിങ് ചെയ്യുന്നത് കോളേജ് ആണ്, നമ്മളല്ല. ആൻഡ് ഇത് ബർത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും വേണോ സാർ പിള്ളേർക്ക്? ബർത്ത് സർട്ടിഫിക്കറ്റ് വന്നിട്ട് വേണം വിസയ്ക്ക്. 10th ഇത് ബർത്ത് സർട്ടിഫിക്കറ്റ് 10th ഡേറ്റ ഇത് മറ്റേ ഇത് ബർത്ത് ഇത് ചെയ്യുന്നവർക്ക് ഇതുവരെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല. ബട്ട് വി കാൻ ഗെറ്റ് ഇറ്റ്, നോ പ്രോബ്ലം. ഇനി മാർക്കിന്റെ ക്രൈറ്റീരിയ എന്താ ഉള്ളത്? ഡിഗ്രിക്ക് എത്ര പെർസെന്റേജ് മാർക്ക്? 50%. യെസ്. ഓക്കേ, താങ്ക് യു സർ. താങ്ക് യു മാഡം. നെക്സ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം മാഡം. ഇനിയും 2-3 പോയിന്റ്സ് ഉണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. MBA കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. MBAയിൽ നമുക്ക് വരുന്നത് 5 ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. MBA ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ഉണ്ട്, ഗ്ലോബൽ ബിസിനസ് ഉണ്ട്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഉണ്ട്, പ്രോജക്ട് മാനേജ്മെന്റ് ഉണ്ട്. ഫീസ് എല്ലാത്തിനും സെയിം തന്നെയാണ് വരുന്നത്. MBA ഇപ്പോ സ്റ്റുഡന്റ് അവിടെ പോവുകയാണെങ്കിൽ ആദ്യം അവിടെ പോയിട്ട് വിത്തിൻ 1 month ആ സെക്കൻഡ് മന്തിൽ തന്നെ പാർട്ട് ടൈം ജോബിന് യൂണിവേഴ്സിറ്റി തന്നെ അസിസ്റ്റ് ചെയ്യും. പാർട്ട് ടൈം ജോബ് അവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. ദി പാർട്ട് ടൈം ജോബിന്
സാറ്റർഡേ സൺഡേ ആണ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ലീവ് ആണ് സാറ്റർഡേയും സൺഡേയും. അതർ ഡേയ്സിൽ ഈവനിങ് ടൈമിൽ ദേ ക്യാൻ വർക്ക്. അഫീഷ്യലി ദേ ക്യാൻ വർക്ക് എന്ന് വെച്ചാൽ സാറ്റർഡേ സൺഡേസ് മാത്രമേ ഉള്ളൂ. ദേ ക്യാൻ ഏൺ അപ് ടു 20,000 to 40,000 പെർ മന്ത്. ദേ ക്യാൻ ഏൺ ഈസിലി. ഇത് വന്നിട്ട് കൺഫേം അവിടെ ഉള്ള സ്റ്റുഡൻസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് ഞാൻ പറയുന്നത്. 20,000 to 40,000 വരെ മന്ത്ലി അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. അവിടുത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, നമ്മളിപ്പോൾ സ്റ്റുഡന്റ് അവിടെ പോവുകയാണ് MBAക്ക്, അവിടെ നമ്മൾ ഹോസ്റ്റലിന്റെ അകത്ത് ഒരു സ്റ്റുഡന്റിന് അക്കോമഡേഷൻ ആൻഡ് ഫുഡ് കൊടുക്കുവാണെങ്കിൽ അതിന്റെ എമൗണ്ട് വരുന്നത് 15,000 ആണ്, 15. സോ ഈസിലി അവർക്ക് അവിടെ പാർട്ട് ടൈം ജോബ് ചെയ്ത് തന്നെ അതിനെ മീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആ സ്റ്റുഡന്റ് കോളേജിന്റെ അകത്ത് സ്റ്റേ ചെയ്യുന്നില്ല. ഇഫ് ദേ ആർ സ്റ്റേയിങ് ഔട്ട്സൈഡ് മീൻസ് ദി എമൗണ്ട് ഫോർ PG for one student will be approximately 10,000 rupees only. So if the student wants to stay in outside also, we are doing the help. If the student wants to stay inside the college means also we are doing the help. If it is inside the college, the hostel fees will be 15,000 Indian rupees approximately, plus or minus 1,000. If the student is staying outside the college means the amount will be 10,000 per month for food and accommodation. The fees will be approximately 10,000 per month. And പിന്നെ എല്ലാ സ്റ്റുഡൻസിനും 100% we will assist for getting the part-time job. 100%. And also after studying MBA, the student can stay 1 year in Malaysia. And also easily they can extend the visa. മറ്റു കൺട്രീസിനെ പോലെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈസി ആയിട്ടും അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. In case they are to come back means also they can do it. And approximately they in the 1 year time during the stay back, the approximate salary they will be getting is 80,000 to 1 lakh. 100% they will be getting it. For that job also college will assist it for getting that job after the MBA. Next next I am going for next course, BSc nursing. BSc nursing ആണ് ഇപ്പോൾ ഇന്ത്യ നമ്മുടെ കേരള സ്റ്റുഡൻസും തമിഴ്നാട് സ്റ്റുഡൻസും മോസ്റ്റ്ലി ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് BSc നഴ്സിംഗ് ആണ്. BSc നഴ്സിംഗ് ഇന്ത്യ ഇവിടെ തന്നെ ബാംഗ്ലൂർ ആണെങ്കിലും ശരി, തമിഴ്നാട് ആണെങ്കിലും ശരി, കേരള ആണെങ്കിലും ശരി, അപ്രോക്സിമേറ്റ്ലി നല്ല റേറ്റ്സ് ആണ് ഇപ്പൊ വരുന്നത്. സെയിം റേറ്റിൽ സെയിം എക്സ്പെൻസിൽ തന്നെ മലേഷ്യയിൽ പോയി പഠിച്ചിട്ട് വരാം. എല്ലാ സ്റ്റുഡൻസും BSc നഴ്സിംഗ് പഠിക്കുന്നത് UK പോകാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരുടെയും ഫസ്റ്റ് ഇത് ആംബിഷൻ UK ആയിരുന്നു. ഇത് മലേഷ്യയിൽ BSc നഴ്സിംഗ് ലിങ്കൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പിള്ളേർക്ക് 100% കോളേജ് തന്നെ UKയിൽ ആഫ്റ്റർ ദി കോഴ്സ് പ്ലേസ്മെന്റ് ചെയ്യും. 100% പ്ലേസ്മെന്റ്. സോ അത് വന്നിട്ട് വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും സ്റ്റുഡൻസിന്. മലേഷ്യയിൽ ലിങ്കൻ യൂണിവേഴ്സിറ്റിയിൽ BSc നഴ്സിംഗ് പഠിക്കുന്ന പിള്ളേർക്ക്. BSc നഴ്സിംഗ് ഫീസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 2,70,000 per year ആണ്. 2,75,000 to 2,70,000 Indian rupees per year ആണ്. അത് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ അത് കുറവാണ്. ഇന്ത്യയിൽ പോലും ഇവിടെ ഇപ്പോൾ SRM ചെന്നൈയിൽ നോക്കുവാണെങ്കിൽ 3,000-50,000 ആണ് പെർ ഇയർ ഫീസ്. സോ അത് വെച്ച് നോക്കുമ്പോൾ മലേഷ്യയിൽ പോയി പഠിക്കുന്നത് എത്രയോ നല്ലതാണ്. എങ്ങനെയായാലും ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത എക്സാം എഴുതണം അബ്രോഡ് പോകാനായിട്ട്. ഇപ്പോ മലേഷ്യയിൽ പഠിച്ചു കഴിഞ്ഞാൽ UK സിലബസ് ആണ് അവർ ഫോളോ അപ്പ് ചെയ്യുന്നത് BSc നഴ്സിംഗ്. സോ there will be no exams for entering UK. Directly they can join it job after the course. College will assist for getting the job. It is 100% the university is doing it. So you can promote this course very nicely and get lot of seats from Kerala. Next, ഇതില് ഈ പാർട്ട് ടൈം ജോബും സെയിം തന്നെയാണ് ആസ് ലൈക്ക് MBA. പോയിട്ട് 1 മന്തിനുള്ളിൽ BSc നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന പിള്ളേർക്ക് അവിടെ തന്നെ പാർട്ട് ടൈം ജോബ് കോളേജ് തന്നെ അസിസ്റ്റ് ചെയ്ത് കൊടുക്കും. പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത് സ്റ്റോർ കീപ്പിംഗ് ആയിരിക്കും, സ്റ്റോറിലായിരിക്കാം, അല്ലെങ്കിൽ പെട്രോൾ പമ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ കോളേജിന്റെ അകത്ത് തന്നെ ആയിരിക്കാം. ലിങ്കൻ യൂണിവേഴ്സിറ്റിയിൽ തന്നെ മെഡിക്കൽ കോളേജ് ഉണ്ട്. ആ നഴ്സിംഗ് പഠിക്കുന്ന പിള്ളേർക്ക് മോസ്റ്റ്ലി ദേ വിൽ ട്രൈ ടു ഗെറ്റ് എ പാർട്ട് ടൈം ജോബ് ഇൻ മെഡിക്കൽ കോളേജ് ഇറ്റ് സെൽഫ്. അത് നമ്മൾ ഫുള്ളി കമ്മിറ്റ്മെന്റ് ചെയ്യുന്നില്ല, അവിടെയും നമ്മൾക്ക് പ്ലേസ്മെന്റ് ഉണ്ട്. അതർവൈസ് ദേ വിൽ ഗെറ്റ് എ ജോബ് ഇൻ അതർ ക്രൈറ്റീരിയാസ്. പിന്നെ എല്ലാ ജോബും അവിടെ പോയിട്ട് ഫീസ് സെയിം ആണോ? 4 വർഷം 270 ആണോ? മാഡം യെസ് മാം.
Yeah. Madam, approximately 12,600 USD ആണ് വരുന്നത്. They Okay. will divide Okay. it. Maybe Yeah, in first yeah. year there will be a little bit of high and it will be reduced in the second year. Okay. Fine. Fine. Total വരുന്നത് 12,680 USD ആണ്. 12,680. 12,600 അല്ലേ? 12,600 or 680 something. Yeah, USD. And ഇവർക്കും സെയിം Yes, ma'am. തന്നെയാണോ സർ? Monday to Friday ആണ് ക്ലാസ്, സാറ്റർഡേ സൺഡേ മാത്രം വർക്ക് ചെയ്യാം. Yes, ma'am. But all the students are working all the days in evening. Yes. Okay, fine. And We are not promoting like that. They are doing that. What, Okay, ma'am? same and hostelum food and accommodation ഒക്കെ Yes, monthly ma'am. Hostel same 15,000. തന്നെയാണ്. If they are Campus staying തന്നെ. inside the campus, 15,000. Yes. Campusന്റെ Yes. outside ആണെങ്കിൽ 10,000 ആണ്. Both we can Okay. assist it. ഏതാണെങ്കിലും we can assist it. Okay. Okay. Plus or minus 1,000 that we have to adjust it. Yes. Plus Plus or minus. Yeah. Fine. ഇത് ജോബ് പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്ട്ലി they will do the placement in UK. 100% അല്ലേ? Yes, 100% the university will do it. ആക്ച്വലി സർ ഇത് സ്റ്റാർട്ട് നമ്മള് കേരളത്തിലോട്ട് ഇപ്പൊ സാർ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ആക്ച്വലി ഇത് റണ്ണിങ് ആണല്ലോ BS നഴ്സിംഗ് അല്ലേ? നമ്മളിപ്പോ ഇങ്ങോട്ട് ജസ്റ്റ് BSc നഴ്സിംഗ് മലയാളി സ്റ്റുഡൻസ് അവിടെ ഉണ്ട്. അവഗടി ലിങ്കൻ യൂണിവേഴ്സിറ്റിയിൽ മലയാളി സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ. കാരണം നമുക്ക് തമിഴ് സ്റ്റുഡൻസും ഉണ്ട്, മലയാളി സ്റ്റുഡൻസും ഉണ്ട്. ഓക്കെ. ആൾറെഡി പിന്നെ ഈ പറഞ്ഞ പോലെ MBA പറഞ്ഞ പോലെ തന്നെയാണ് ഈ പിള്ളേർക്കെല്ലാം സെയിം ആണ് അല്ലേ? പ്രോസസിംഗ് സെയിം തന്നെയാണ്. പ്രോസസിംഗ് എല്ലാം സെയിം ആണ്. ബട്ട് ഒരേ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. MBAക്ക് നമ്മൾ UK പ്ലേസ്മെന്റ് 100% നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്നത് മലേഷ്യൻ പ്ലേസ്മെന്റ് ആണ് ആഫ്റ്റർ സ്റ്റഡീസ്. നഴ്സിംഗ് വന്നിട്ട് വി ആർ ഡൂയിങ് പ്രൊവൈഡിങ് 100% പ്ലേസ്മെന്റ് ഇൻ UK. അപ്പൊ ഇവിടുന്ന് പോയിട്ടുണ്ടോ സാറേ? പിള്ളേർ പോയിട്ടുണ്ടോ 100% പിള്ളേർക്ക് ജോലിയായിട്ട്? യെസ് മാം. യെസ്. ആൾറെഡി അവരുടെ വെബ്സൈറ്റിൽ തന്നെ അവർ പബ്ലിഷും ചെയ്തിട്ടുണ്ട് മാം. വി ആർ ഡൂയിങ് പ്ലേസ്മെന്റ് ആഫ്റ്റർ ദി കോഴ്സ്. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. പിന്നെ സാർ ഇവർക്ക് 1 year സ്റ്റേ ബാക്ക് ഉണ്ട് പിള്ളേർക്ക്? ബോണ്ടോ അങ്ങനെ എന്തെങ്കിലും? സ്റ്റേ ബാക്ക് ഉണ്ട് മാം. 1 year സ്റ്റേ ബാക്ക് ഉണ്ട്. മലേഷ്യയിൽ 1 year സ്റ്റേ ബാക്ക് ഉണ്ട്. ഇഫ് ദേ വാണ്ട് ദേ കാൻ എക്സ്റ്റെൻഡ് ഇറ്റ് ഓൾസോ. എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഇതുമില്ല. അതുപോലെ BSc നഴ്സിംഗ് പഠിക്കുന്ന പിള്ളേർക്ക് പ്രാക്ടീസിന് അവിടെ നിന്ന് വിടുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസും ഉണ്ട്, ലിങ്കൻ യൂണിവേഴ്സിറ്റിയുടെ മെഡിക്കൽ കോളേജും ഉണ്ട്. ഇൻ ബോത്ത് പ്ലേസസ് ദേ ആർ ഡൂയിങ് ദി പ്രാക്ടിക്കൽസ്. ഞാനൊരു കാര്യം ആഡ് ചെയ്തോട്ടെ. ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവർ MBBS കോഴ്സ് പോലും MBBS കോളേജും കൂടെ ആണത്. അതുകൊണ്ട് തന്നെ BSc നഴ്സിംഗിന് അതിന്റെ ഒരു ക്വാളിറ്റി നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം. നമുക്ക് പിന്നെ മെഡിക്കൽ കോളേജ് ഉള്ള BSc നഴ്സിംഗിന് നമ്മുടെ കുട്ടികൾ സെർച്ച് ചെയ്യുമ്പോൾ മെഡിക്കൽ കോളേജ് ഉള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്താ പറയാ ഹോസ്പിറ്റൽ ഉള്ളതിന് ഹെവി ഡിമാൻഡ് ആണ് അല്ലേ എന്ന് പറഞ്ഞ പോലെ ഇത്. അതുകൊണ്ട് തന്നെ BSc നഴ്സിംഗ് ഹൈ ക്വാളിറ്റി ആണെന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു ഗുണം കേട്ടോ. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ അല്ലേ? എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയാമോ? എലിജിബിലിറ്റി PCB ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി മസ്റ്റ് ആണ്. PCB ശതമാനം എത്ര ശതമാനം വാങ്ങണോ കുട്ടികൾ? 50% മാർക്സ് കമ്പൽസറി. 50%. പിന്നെ നെക്സ്റ്റ് കോഴ്സസിനെ കുറിച്ച് പറയുവാണെങ്കിൽ BTech EA ആണ്. നമ്മളിപ്പോ കമ്പ്യൂട്ടർ സയൻസ്, ഇപ്പൊ ബയോളജി ആ സയൻസ് പഠിച്ച പിള്ളേരെല്ലാം പോകുന്നത് നഴ്സിംഗ് ഫീൽഡാണ്. ബട്ട് അതർ കോഴ്സസ് ഉണ്ട്. നമ്മളിപ്പോ 12th കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച പിള്ളേർ എല്ലാവരും ഇപ്പൊ നോക്കി പോകുന്നത് BTech AI BEAI നോക്കിയാണ്. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ലിങ്കൻ യൂണിവേഴ്സിറ്റിയിൽ തന്നെ AI ഉണ്ട്, BTech AI. അതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 3 lakhs ആണ്. 3 lakhs അല്ല, 3 years ആണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. അപ്രോക്സിമേറ്റ് ഫീസ് വന്നിട്ട് പെർ ഇയർ വന്നിട്ട് 5,400 USD ആണ്. അപ്പോ അപ്രോക്സിമേറ്റ്ലി കോസ്റ്റ് ഫുൾ ഫീസ് എന്ന് പറയുന്നത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 11,200 to 12,000 USD വരുന്നുണ്ട്. പെർ ഇയർ ഫീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പീസിൽ 4,60,000 പ്ലസ് ഓർ മൈനസ് 10,000. പെർ ഇയർ ഫീസ് ഫോർ AI ഈസ് 4,60,000. മറ്റു പ്രോസസ് എല്ലാം സെയിം തന്നെയാണ്. അഡ്മിഷൻ പ്രോസസ്സും
that part-time jobs after സിമ്പിൾ the course. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ UK, കാനഡയോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിൽ 1 വർഷം അടയ്ക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഇവർക്ക് 3 വർഷം കൊണ്ട് AI പഠിക്കാൻ നടക്കും അല്ലേ? AI പഠിക്കാം, പഠിച്ച എമൗണ്ട് അവിടെ നിന്ന് ഏൺ ചെയ്യുകയും ചെയ്യാം പഠിച്ചിട്ട് വരുന്നതിന് മുൻപ്. Getting loan also easy, education loan. All the banks are providing education loan for Malaysian courses, Malaysian studies. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് ആണ്. ഹോട്ടൽ മാനേജ്മെന്റ് 3 years കോഴ്സ് ആണ്. ടോട്ടൽ വരുന്നത് അപ്രോക്സിമേറ്റ്ലി $7,000 ആണ്. ഫസ്റ്റ് ഇയറിൽ ഇച്ചിരി കൂടുതലാണ്, $3,200. സെക്കൻഡ് ഇയറിൽ $1,900. തേർഡ് ഇയറിൽ $1,900. ഇതും സെയിം ആണ്, 3 years കോഴ്സ് ആണ്. മറ്റതെല്ലാം പ്രോസസിങ് എല്ലാം സെയിം തന്നെയാണ്, പാർട്ട് ടൈം ജോബും സെയിം തന്നെയാണ്. കോഴ്സ് കഴിഞ്ഞിട്ട് 1 year സ്റ്റേ ബാക്ക് ഉണ്ട്. ഇഫ് ദേ വാണ്ട് ദേ കാൻ എക്സ്റ്റെൻഡ് ദി വിസ ഈസിലി and they can do work in Malaysia. ഇതില് നെക്സ്റ്റ് പറയുവാണെങ്കിൽ ഫാമിലി വിസ ഇതിൽ അക്സെപ്റ്റഡ് ആണ്. ഇഫ് ദി സ്റ്റുഡന്റ് ഇസ് ഗോയിങ് ടു സ്റ്റഡി ഇൻ മലേഷ്യ ദേ കാൻ അക്കമ്പനി വിത്ത് ഫാമിലി. ബട്ട് ഫാമിലി അവിടെ പോയിട്ട് ജോബ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ ദാറ്റ് ദേ ഹാവ് ടു ഗെറ്റ് ദി വർക്ക് പെർമിറ്റ് ആൻഡ് ദേ കാൻ വർക്ക്. ഇത് ഈ ഡിപെൻഡന്റ് വിസയിൽ പോയിട്ട് അവിടെ പോയി ജോബ് ചെയ്യാൻ പറ്റത്തില്ല. ദേ ഹാവ് ടു ചേഞ്ച് ഇറ്റ് ആൻഡ് ഗെറ്റ് ദി വർക്ക് പെർമിഷൻ. ഞാൻ അതിനൊരു ഐഡിയ പറയാം. ആദ്യം ഡിപെൻഡ് വിസയിൽ പോയി ജോബ് സെർച്ച് ചെയ്യുക, കൊണ്ടുപോകാമല്ലോ. എന്നിട്ട് മലേഷ്യയിൽ ഒരു പണി കിട്ടാൻ വലിയ പ്രയാസമല്ല അവർക്ക്. ഇല്ല, ഈസി ആയിട്ട് കിട്ടും. അതെ ഈസി ആയിട്ട് കിട്ടും. ഇത് എന്റെ സൈഡിൽ നിന്ന് ഇത്രയാണ് ഞാൻ പറയുന്നത്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് ഓൾസോ വിനോദ് സർ ക്യാൻ കണ്ടിന്യൂ. BSc നഴ്സിംഗ് എത്ര വർഷത്തെ കോഴ്സാണ്? 4 വർഷമാണോ? 4 years. 4 years. 48 months ആണ് വരുന്നത് ഡ്യൂറേഷൻ. ഈ 50% ഉള്ള എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുമോ BSc നഴ്സിംഗിന്? 100% we can get it. ഇതൊക്കെ റിജക്ഷൻ വന്നിട്ടില്ല. സർ MBA പ്രോഗ്രാംസിന്റെ റിജക്ഷൻ വന്നിട്ടുണ്ടോ? ഇല്ല, വരത്തില്ല. പിന്നെ നിങ്ങൾ അന്ന് ഒരു മാഡം ചോദിച്ചിരുന്നു ഇത് ഇഗ്നോ ഇതിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഓക്കെ ആണോ? യെസ്, ദേ ആർ എലിജിബിൾ ടു സ്റ്റഡി, നോ പ്രോബ്ലം. സർ പാർട്ട് ടൈം ജോബിന്റെ ലീഗൽ വർക്കിംഗ് അവേഴ്സ് എത്രയാണ് പെർ വീക്ക്? 20 hours per week. അതിൽ എക്സീഡ് ചെയ്താൽ എന്തെങ്കിലും പ്രോബ്ലം, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? മലേഷ്യയിൽ ഇതുവരെ പ്രശ്നം വന്നിട്ടില്ല. ബട്ട് വി ഷുഡ് നോട്ട് പ്രൊമോട്ട് ഇറ്റ്. സർ സെമസ്റ്റർ ബ്രേക്സിന്റെ ടൈമിൽ അൺലിമിറ്റഡ് അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടോ? വോയിസ് നോട്ട് ഓഡിബിൾ മാം, കേട്ടില്ല. സർ സെമസ്റ്റർ ബ്രേക്സിന്റെ ടൈമിലും വെക്കേഷൻസിലും പാർട്ട് ടൈം ജോബിന് അൺലിമിറ്റഡ് നമുക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? മാഡം, യൂണിവേഴ്സിറ്റി ലീവ് ടൈം, ദാറ്റ് ഈസ് വെക്കേഷൻ ടൈം, ദേ കാൻ ഡു ഇറ്റ്, ഡു ദി ജോബ്, നോ പ്രോബ്ലം. അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി ഹോളിഡേ ആണെങ്കിൽ ദേ കാൻ വർക്ക്. അത് അൺലിമിറ്റഡ് ആണ് സർ? യെസ്, യൂണിവേഴ്സിറ്റി ഹോളിഡേസ് മാത്രം മെൻഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇഫ് ദി യൂണിവേഴ്സിറ്റി ഈസ് ഹോളിഡേ ദേ കാൻ വർക്ക്, ദി സ്റ്റുഡൻസ് കാൻ വർക്ക്. ഇത് യൂണിവേഴ്സിറ്റി ലീവ് ആണ്, സോ ദേ കാൻ വർക്ക്. അതർ ഡേയ്സ് ഹോളിഡേസ് ആണെങ്കിൽ ദേ കാൻ ഡു ദി ജോബ്. പിന്നെ വന്നിട്ട് അവിടെ ഒരു ഇത് കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പറയാനുണ്ട്, അത് ഞാൻ ഇൻഫോം ചെയ്തേക്കാം. ദി സ്റ്റുഡൻസ് ലീവ് എടുക്കണമെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ഗെറ്റ് ദി പെർമിഷൻ ഫ്രം ദി യൂണിവേഴ്സിറ്റി ആൻഡ് ദേ ഹാവ് ടു ടേക്ക് ദി ലീവ്. വിത്തൗട്ട് പെർമിഷൻ 3 days above ലീവ് എടുക്കുവാണെങ്കിൽ അവര് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അവരുടെ വിസ റിജക്ഷൻ ആവും, പോലീസ് അവരെ അറസ്റ്റ് ചെയ്യും. ഇത് ആദ്യമേ നമ്മൾ പറയേണ്ടതാണ്. If they have to take leave, they have to get the permission from the college priorly, and they can take how many days they want, they can take it, it's not an issue. But without getting permission, they are taking more than 3 days leave, means they have to submit a medical certificate, otherwise the police will arrest them. From the university they will give information to the police that the students is missing.
സാർ അതുപോലെ തന്നെ MBA സ്പെഷ്യലൈസേഷനില് ഹെൽത്ത് കെയർ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊന്നില്ലേ? യെസ് മാം. അതിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്? ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഹെൽത്ത് കെയർ ആണെങ്കിൽ ഹോസ്പിറ്റൽ സൈഡ് ആണ് വരുന്നത്. നമുക്ക് ഹോസ്പിറ്റൽ സൈഡ്സിൽ മലേഷ്യയിൽ നമുക്ക് ജോബ് ഫോർ കിട്ടാൻ എക്സാമ്പിൾ ചാൻസ് ഇപ്പൊ കൂടുതലുള്ള കോഴ്സാണോ? മാഡം മലേഷ്യയിൽ ജോബ് കിട്ടാൻ കൂടുതലുള്ളത് ഇത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഹെൽത്ത് കെയർ മാനേജ്മെന്റും. ബട്ട് അവിടെ പഠിച്ച പിള്ളേർക്ക് എല്ലാം അവർക്ക് ജോബ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ പഠിച്ച പിള്ളേർക്ക്, ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് 100% they are doing the placements. ഓക്കെ സാർ. Yes ma'am. അതൊക്കെ ഇനി ഡൗട്ട്സ്? സർ ബിടെക്കിന് എയുടെ കുറച്ച് ഡീറ്റെയിൽസ് പറയാമോ? എന്റെ റിക്വയർമെന്റ് ഏതാ സർ? MBA ക്കാണോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പൊ നമ്മള് ബേസിക്കലി പറയുവാണെങ്കിൽ ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച എല്ലാ പിള്ളേരും 90% പിള്ളേർ പറയുന്നത് AI പോകണം എന്നാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐ ആം ഇൻ കന്യാകുമാരി ഡിസ്ട്രിക്ട്. ഇന്ന് ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ 2-3 കോളേജസിൽ മാത്രമേ AI ഉള്ളൂ. ഇവിടെ തന്നെ ഡൊണേഷൻ ചോദിക്കുന്നത് 2 lakhs rupees ആണ്. 2 lakhs rupees 90,000 per year ഫീസും. അപ്പോ അത് വെച്ചിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ലിങ്കൻ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവരുന്നത്. അപ്പോ എയില് ടോട്ടൽ ഫീസ് വരുന്നത് അവിടുത്തെ റിംഗറ്റ്സിൽ 72,000 റിംഗറ്റ്സ് ആണ്. അപ്പോ അത് അപ്രോക്സിമേറ്റ്ലി 4,60,000 to 4,70,000 rupees ആണ് പെർ ഇയർ വരുന്നത്. 3 years കോഴ്സ് ആണ്. ഇതും പഠിക്കുമ്പോൾ തന്നെ പാർട്ട് ടൈം ജോബ് അവർക്ക് കൊടുക്കുന്നുണ്ട്. പഠിച്ചു കഴിഞ്ഞിട്ട് ലിങ്കൻ യൂണിവേഴ്സിറ്റിയിൽ ജോബ് ഇല്ല, ഔട്ട്സൈഡ് കമ്പനീസിൽ അവർക്ക് ടൈഅപ്സ് ഉണ്ട്. നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി നോക്കുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ദി ടൈഅപ്പ് കമ്പനീസ്. ദേ ആർ ഡൂയിങ് പ്ലേസ്മെന്റ്സ് ഇൻ ദാറ്റ് കമ്പനീസ്. They are having campus interviews and they are doing the placements in the good companies only. You can see the companies, those who are tie-ups in the website, Lincoln University website. Okay. MBA കോഴ്സസ് ഏതൊക്കെയായിരുന്നു ഒന്നുകൂടെ പറയാമോ? ഹ്യൂമൻ റിസോഴ്സസ്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ഗ്ലോബൽ ബിസിനസ്, പ്രോജക്ട് മാനേജ്മെന്റ്. ഇത് പോലെ വേറെ കോഴ്സസ് ഉണ്ട് അവിടെ. ഫിസിയോതെറപ്പി ഉണ്ട്, BPharm ഉണ്ട്, BSc BTech അഗ്രികൾച്ചർ ഉണ്ട്. ഏതെങ്കിലും സ്റ്റുഡൻസ് 100% അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട്, നോ പ്രോബ്ലം. വി ക്യാൻ ഗെറ്റ് ദം എ ഫീ സ്ട്രക്ചർ ആൻഡ് വി ക്യാൻ ഗിവ് ദം. ഫോർ BPharm, ഇത് ഫിസിയോതെറപ്പി, this type of course is also available. കാർഡിയാക് കെയർ ടെക്നോളജി ഒക്കെ ഉണ്ടോ? Cardiac care technology, just 1 minute, I will check it. ബാച്ചുലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി എന്നല്ലേ മറ്റേ സാർ പറഞ്ഞത്? ഹലോ, ബാച്ചുലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി എന്നല്ലേ സാർ നേരത്തെ പറഞ്ഞ തെറാപ്പി? ഫിസിയോതെറപ്പിയാണ് ഞാൻ പറഞ്ഞത് സർ. ബാച്ചുലർ ഓഫ് ഫിസിയോതെറപ്പിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫാർമസി ഉണ്ട്, മാസ്റ്റർ ഓഫ് ഫാർമസി, PhD ഉണ്ട്, ഡെന്റിസ്ട്രി ഉണ്ട്, മാസ്റ്റർ ഓഫ് നഴ്സിംഗ്, MSc നഴ്സിംഗ് ഉണ്ട്, പോസ്റ്റ് BSc ഉണ്ട്, ഫിസിയോതെറപ്പി ഉണ്ട്, മാസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ഉണ്ട്. ഓക്കുപേഷണൽ തെറപ്പി ഇല്ല സാറേ. നമുക്ക് ഒരു കാൻഡിഡേറ്റ് UK പഠിച്ച ഒരു കാൻഡിഡേറ്റാ, പക്ഷെ ആ കുട്ടിക്ക് +2 46% ഉള്ളൂ. 46 എത്ര പെർസെന്റ്? 46. We can try, that's all. We can try. Because അവള് UK പഠിച്ച കുട്ടിയാണ്. Okay madam, 100% commitment alla. You can get me the certificates. I will try it and I will reply you within 2 working days. Yeah. Thanks. Sir, hotel management 3 year le. Yes madam. 3 year le hotel management. Hotel management 3 years ആണ്. Yeah. Fees ഒന്നും കൂടെ പറയാമോ? First year 3,200 USD. Yeah.
second year 1900 USD, third year 1900 USD. In INR means first year 2,72,000 something, second year 1,60,000 something, third year 1,60,000 something. Yeah. സാറേ ഈ MSc നേഴ്സിംഗ് എത്ര വർഷമാണ്, എത്ര രൂപ ടോട്ടൽ ഫീസ് വരും? അവിടെ 1.5 years ആണ്. ആക്ച്വലി MBA ആണ് MSc നഴ്സിംഗ് അവിടെയും. അതിന്റെ ഫീസ് സ്ട്രക്ചർ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡന്റിന്റെ ഒരു സർട്ടിഫിക്കറ്റ് അയക്കുവാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എടുത്തേക്കാം. ഓക്കെ, 1.5 year ആണ് അവിടെ. ഓക്കെ, യെസ്. സാർ ഇതിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് ഒന്ന് അയക്കണേ. ചെക്ക് ലിസ്റ്റ് എന്തൊക്കെയാ വേണ്ടത്? അയക്കാം മാം, ചെക്ക് ലിസ്റ്റ്. യെസ്, 100%. എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇപ്പൊ വേണമെങ്കിൽ ഇതിൽ ഷെയർ ചെയ്യണമെങ്കിൽ, വിസ പ്രോസസിങ് ഷെയർ ചെയ്യണമെങ്കിൽ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. ഇപ്പൊ സാറേ ഞാനേ എല്ലാവർക്കും ബ്രോഷർ ഇത് ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ തന്നെ കോഴ്സ് വൈസ് കൊടുക്കുന്നുണ്ടേ. ഓക്കെ, അതിനകത്ത് ഇതും കൂടെ ഒന്ന് പിന്നെ ഡോക്യുമെന്റ്സിന്റെ മാത്രം അതും കൂടെ ഒന്ന് അയച്ചോളൂ. അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ തന്നെ ഞാൻ 7306022866. I did know that now one madam who is contacting me for that I am share. We will provide from the direct groups. Don't give. Okay. BS nursing fees. First year 2,70,000, 2,70,000, 2,70,000, 2,70,000 Indian rupees. USD, okay. USD approximately 10,000 plus or minus. Okay. 2,70,000 Indian rupees. Okay. Approximately plus or minus 10,000. Okay. A paid internship vallundho? No, illa. 1 year stay back ഉണ്ട്. അവിടെ 3 year ആണോ? 4 years. BSc nursing 4 years, MBA 2 years. 2 years means 1.6, 1 year and 6 months. BTech AI 3 years, hotel management 3 years. BSc nursing ഹോസ്റ്റൽ എന്താണ് അവൈലബിൾ ആണല്ലോ അല്ലേ? കിട്ടൂല്ലോ പെൺകുട്ടികളൊക്കെ? Hostel is yes 100%. Hostel is inside the university only. The fees will be 10,000. No, inside the hostel college means the fees will be 15,000 per month. 15. 10 months ആണ് സാർ കോഴ്സ്, അത് 12 months ആണോ? നമ്മൾ 12 months തന്നെയാണ് നമ്മൾ പറയുന്നത്. They are paying monthly only, so it is not an issue. അല്ല, ക്ലാസ്സുകൾ വരുന്നതേ 10 മാസമാണോ? ക്ലാസ് 10 months തന്നെയാണ് സർ. ബട്ട് നമ്മൾ അതിൽ ആദ്യമേ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ if they are extending for 1 month, or if they are doing duties in that time, clinical rotation, they will ask us, why you said only 10 months, now it is 12 months. So we are not entering in it. Okay. For BSc nursing, 12 months only we are mentioning. For other courses, for example AA and all, we are saying 10 months per year. സെമസ്റ്റർ വൈസ് ആണ് എക്സാം ഉള്ളത്, അത് ഇയർലി വൈസ് ആണോ? സെമസ്റ്റർ വൈസ്. എല്ലാ കോഴ്സിന്റെ അങ്ങനെ തന്നെയാണോ? എല്ലാ സെമസ്റ്റർ വൈസ് തന്നെയാണ്. BSc നഴ്സിംഗിന് അവർക്ക് മറ്റേ പാർട്ട് ടൈം ചെയ്യാനുള്ള സമയം കിട്ടുമോ? യെസ് സർ, സാറ്റർഡേ സൺഡേ ലീവ് തന്നെയല്ലേ സർ? യൂണിവേഴ്സിറ്റി ലീവ് തന്നെയല്ലേ? അല്ല, ഹോസ്പിറ്റൽ റൊട്ടേഷൻ വരുന്നത് കൊണ്ടേ. Sir, mostly they will be placing the BSc nursing students in their own hospital. Okay. Mostly, we are not giving commitment. Mostly they are doing like that only. They have a own medical college, so they are doing placement in the medical college only. Okay. But we should not give the commitment. Okay. Maybe they can get a job in outside also. Okay. Sir, food and accommodation പറഞ്ഞിരുന്നു, റൈറ്റ്? BSc nursing? അതെ സർ, 10,000. If it is outside the college, 10,000. If it is inside the college, 15,000. 1500. Sir, hotel management, food and accommodation. Same process. Every student same only. There's no change in the process. ഇപ്പൊ പെർ ഡേ അല്ല പെർ അവർ ഏണിംഗ് എന്താണ് പാർട്ട് ടൈമില്?
പാർട്ട് ടൈം വന്നിട്ട് നമ്മൾ പെർ അവർ ഏർണിംഗ് അങ്ങനെ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. All the students are not going to get the same job. So approximately we are saying 20,000 rupees per month to 40,000 or 35,000. We are saying 20,000. Like that only we are saying. Okay. 20,000 to 40,000 they can earn. Okay. We can't say that this hour you are going to get this like that, because all the students are not going to get the same job. Okay. Okay. Sir, According to the job, the rate may vary. 20,000 INR. INR 20,000 INR to 40,000 INR. Excuse me, sir. Yes. ഏപ്രിൽ ഇൻടേക്കിന്റെ ക്ലാസ്സസ് എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? Already start 15. This is the date they have given, ma'am. അപ്പൊ നമുക്ക് Today ഇനി is 12. ഓഫർ ലെറ്റർ വന്നാൽ Up നമ്മൾ to എന്ന് May പോകണം? end. Up to May end, we can do the process for April month, April batch. Madam, process we can finish it within 20 days if it is urgent. If the student Okay, is ready sir. to pay the amounts, we can finish the full process within 20 days. അപ്പൊ ഓൾറെഡി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ? Already 15th ഇന്ന് 12th ആണ് മാം, ഏപ്രിൽ 12th ആണ്. ഏപ്രിൽ 15th ആണ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് പറഞ്ഞേക്കുന്നത്. ഓക്കെ സർ, ഓക്കെ. We can do the adjustment. ഏപ്രിൽ ക്ലോസിംഗ് ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റ് അങ്ങനെ പറയുവാണെങ്കിൽ ക്ലോസിംഗ് ഡേറ്റ് ആയി. We can do the adjustment. That's what I said. Up to May end we can do the adjustments. If the student is eligible for April batch means. നെക്സ്റ്റ് ഇൻടേക്ക് BSc നഴ്സിംഗിന്റെ ഇൻടേക്ക് എന്നാ? ഏത്? ആഗസ്റ്റ് ആണ് ഇൻടേക്ക്. ഓഗസ്റ്റ്. ഒറ്റ ഇൻടേക്ക് അല്ലേ ഉള്ളൂ? ഇല്ല, ഇത് ഫെബ്രുവരി ഇൻടേക്ക് ഉണ്ട്. ഓഗസ്റ്റ് ആൻഡ് ഫെബ്രുവരി. യെസ്. സർ, ഇയർ ഗ്യാപ്പ് അക്സെപ്റ്റബിൾ ആണോ? അതെല്ലാം അവിടെ നോക്കത്തില്ല. ഇറ്റ് ഇസ് നോട്ട് ഇഷ്യൂ. ഇല്ല മാഡം, അത് ഇയർ ഹോട്ടൽ മാനേജ്മെന്റിന് പ്ലേസ്മെന്റ് ഉറപ്പാണോ? 100% പ്ലേസ്മെന്റ്. മാഡം, ഇവിടെ നിന്ന് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എല്ലാവരും മലേഷ്യക്കല്ലേ ജോബിന് പോയിക്കൊണ്ടിരിക്കുന്നത്. നിറയെ ആൾക്കാർ പോകുന്നല്ലേ. സെയിം ജോബ് നമ്മുടെ സ്റ്റുഡൻസിന് അവർ എടുത്തു കൊടുക്കും. ദാറ്റ്സ് ഓൾ. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ദുബൈയിലാണെല്ലാരും നമ്മൾ ഇവിടുന്ന് ജോലി തേടി പോകുന്നുണ്ട് അല്ലെ? ദുബൈയിൽ എന്തുകൊണ്ടാണ് ജോലി പോകുന്നത്? അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സെയിം ആണ്. അതന്നെ, സെയിം തന്നെ മലേഷ്യ. സെയിം ലോജിക്ക്. ഈ ഗ്യാപ്പ് അക്സെപ്റ്റബിൾ അല്ലെന്ന് പറഞ്ഞു. അപ്പൊ 1 year പോലും അക്സെപ്റ്റബിൾ അല്ലേ? ഗ്യാപ്പ് അക്സെപ്റ്റഡ്, ഫുള്ളി അക്സെപ്റ്റഡ്. ഗ്യാപ്പ് ഒന്നും ഇഷ്യൂ ഇല്ലാന്നാ പറഞ്ഞേ. ഏജ് എത്ര വരെയാണ്? ഏജ് ലിമിറ്റ് ഇല്ല. എനി ഏജ് ക്യാൻ അക്സെപ്റ്റഡ്. വി ക്യാൻ ടേക്ക് ഇറ്റ്. ഓക്കെ. സാർ, ഹോട്ടൽ മാനേജ്മെന്റ് എന്നാലും ഞാനൊരു കാര്യം പറയുന്നുണ്ട്. ഒരു അപ് ടു 35 33 എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഇന്റൻഷൻ വിസയുള്ള സാധ്യതകള് ഇന്റൻഷൻ 35 to 40 up to 40 വരെ ഓക്കെയാണ് സാർ. ഓക്കെ. 40 it is okay, not above 40. ഓക്കെ, ഫൈൻ. up to 40 ഓക്കെ. ഈ ബിടെക്കും ഹോട്ടൽ മാനേജ്മെന്റും ഒക്കെ എല്ലാം ഇൻടേക്ക് 4 ഇൻടേക്ക് ഉണ്ടോ? എല്ലാം 4 ഇൻടേക്ക് ഉണ്ട്. BSc നഴ്സിംഗ് 2 ഇൻടേക്ക്. ബിക്കോസ് അത് വേറെ ഒന്നുമല്ല. അവര് അത് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഏഷ്യൻ കൺട്രീസിന് ഒരു ഇൻടേക്ക്, യൂറോപ്യൻ കൺട്രീസിന് ഒരു ഇൻടേക്ക്, സൗത്ത് അങ്ങനെ വരുന്നതാണ്. ഓരോ ഇൻടേക്കിനും ഓരോ സ്റ്റുഡൻസിന് അനുസരിച്ചാണ് വരുന്നത്. നമ്മുടെ സ്റ്റുഡൻസിന് ഏത് ബാച്ചിൽ വേണമെങ്കിലും വി ആർ ഗോയിങ് ടു പ്ലേസ് ഇറ്റ്. ദാറ്റ്സ് ഓൾ. ഓക്കെ. സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? നമുക്ക് ഇത് കൂടി ഫ്രം UK many of the students are going to Malaysia for studying, because ഇപ്പോൾ ഉള്ള റാങ്കിങ്സിൽ മലേഷ്യൻ യൂണിവേഴ്സിറ്റീസ് ടോപ്പിൽ വരുന്നുണ്ട്. സോ അതർ കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസിന് സ്റ്റുഡൻസ് ഒക്കെ ഇപ്പൊ വരുന്നത് മലേഷ്യയിലേക്കാണ്. യു ക്യാൻ ചെക്ക് ദി സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ മാഡം, പറയണം മാം. സാർ, ഇപ്പം BSc നഴ്സിംഗ് മാത്രമേ UK ഡയറക്റ്റ് ആയിട്ട് പ്ലേസ്മെന്റ് കൊടുക്കുന്നുള്ളൂ? അത് വേറെ ഏതെങ്കിലും ഹെൽത്ത് കോഴ്സ്, ഹെൽത്ത് റിലേറ്റഡ് കോഴ്സസിന് കൊടുക്കുന്നുണ്ടോ? മാഡം, BSc നഴ്സിംഗിനാണ് അവർ നമുക്ക് കമ്മിറ്റ്മെന്റ് തന്നേക്കുന്നത്.
അതിന് നമുക്ക് അങ്ങനെ കമ്മിറ്റ്മെന്റ് അതെ, മറ്റേ അത് കൺട്രീസിനെ വെച്ച് അവർ കമ്മിറ്റ്മെന്റ് തന്നിട്ടില്ല. ഞാനൊന്ന് പറയാം. UK NHS-ലേക്കാണ് ഇത് എടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, NHS ആണ് അവിടുത്തെ ഹെൽത്ത് സിസ്റ്റം UK-ല്. അപ്പം NHS-ല് ഇഷ്ടംപോലെ വേക്കൻസീസ് BSc നേഴ്സ് കഴിഞ്ഞവർക്ക് ഉണ്ടെന്നുള്ളതാണ്. അതാണ് ഇതിനകത്തുള്ള ഒരു, പിന്നെ അവരുടെ സെയിം എന്താ പറയാ കറിക്കുലമാണ് ഇവർ കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് UK ഫോക്കസ് ചെയ്തിട്ടാണ് ഇവർ ആ ഒരു സബ്ജക്ട് തന്നെ ചെയ്യുന്നത്. ഇവർക്ക് പിന്നെ ഇന്റേണൽ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഉള്ളതുകൊണ്ട് തന്നെ NHS-ലേക്ക് ഡയറക്റ്റ് ഇവർ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു ലോജിക്. UK-ൽ ഇവർക്ക് യൂണിവേഴ്സിറ്റി ഉണ്ട്. യെസ്, ഗ്രേറ്റ്. ഓക്കെ, ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇന്ത്യയിൽ ആരും ഈ പ്രൊഡക്റ്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. സ്റ്റാർട്ടിങ് നല്ല ഫുൾ ഫ്ലെഡ്ജിൽ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ് എ ലോട്ട്. അത് തന്നെ, ഇത് വളരെ വെറൈറ്റി പ്രൊഡക്റ്റ് ആണ്. എന്താ പറയാ, പ്രമുഖർക്ക് പോലും കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ ആളുകൾ പല കൺസൾട്ടൻസികളും സ്ട്രഗിൾ ചെയ്യുകയാണ്. UK കാനഡയും ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ജർമ്മനി അത് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ, എവരിബഡി ഈസ് സ്ട്രഗ്ലിംഗ് ടു സസ്റ്റെയിൻ. They are reducing their cost. They are closing your branches. In this time, this is a great opportunity. അപ്പൊ നമ്മുടെ കയ്യിൽ എല്ലാ പ്രോഗ്രാംസും വെറൈറ്റി പ്രോഗ്രാംസ് ഉള്ളത് നമ്മൾ തിരിച്ചറിയാൻ നമ്മുടെ ഓരോ പാർട്ട്നേഴ്സും. ഞാൻ ഏറ്റവും ചെയ്യുന്ന അതാണ്, ലോകത്തിന്റെ ഇത് റിസർച്ച് ചെയ്തിട്ട് ഏറ്റവും ലോകം എങ്ങോട്ട് പോകുന്നോ, ബി ദ ഫ്യൂച്ചർ വേൾഡ് ടു ബി എന്ന് സെറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സാധ്യതയുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം അത് നമ്മുടെ പാർട്ട്നേഴ്സ് ഓരോരു തിരിച്ചറിയുക. ഇനി നമുക്ക് ഉറങ്ങാനുള്ള സമയങ്ങളില്ല. അതാണ് നമ്മുടെ 3-4 മാസം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പല എക്സ്ക്യൂസുകൾ നമ്മൾ മാറ്റി വെക്കുക. നമുക്ക് പലർക്കും പ്രശ്നം, എന്റെ സ്റ്റാഫ് കറക്റ്റ് അല്ല, എനിക്ക് മാർക്കറ്റിംഗ് അറിയില്ല, എനിക്ക് സമയമില്ല, ഇങ്ങനെ പല എക്സ്ക്യൂസുകളാണ് നമ്മളെ തന്നെ കണ്ടെത്തുന്നതാണ്. പക്ഷെ നമ്മുടെ മുമ്പിൽ അപ്പുറത്തൊരു സ്വർണ്ണക്കുടം ഫുള്ള് എന്താ പറയാ സ്വർണം അല്ലെങ്കിൽ മുത്തും പവിഴവും കൊണ്ടുവച്ചിട്ട് നമുക്ക് എടുക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ട് എന്നുള്ള പറയുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ എടുത്തല്ലേ പറ്റുള്ളൂ. So kindly all my partners, my brothers, everybody. എന്തോ സാർ പറഞ്ഞത് ശരിയാണ്, നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. അത് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് ഇതൊരു വെറൈറ്റി പ്രൊഡക്റ്റ് ആണ്. മാർക്കറ്റിലേക്ക് ഒരു ബൂമിംഗ് ആയിട്ട് എല്ലാ പാർട്ട്നേഴ്സും കൂടെ അങ്ങ് ഒറ്റ മാർക്കറ്റിംഗ് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് ബൂം ചെയ്യും. കാരണം ഓരോ കുട്ടികളും ഓരോ പേരൻസും ഇത് കണ്ടുകൊണ്ട് ഇറങ്ങും. എല്ലാ പാർട്ണറും, ഇപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ 210 പാർട്ണർ ഉണ്ട്. അതിനകത്ത് ആക്റ്റീവ് പാർട്ട്നേഴ്സ് എല്ലാവരും ചേർന്നിട്ട് ഒറ്റ ഒരു ബൂമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷത്തെ മാർക്കറ്റ് നിങ്ങളുടെ കയ്യിലിരിക്കും. This is the great opportunity. Next person will use it. If we are not using it, അടുത്ത ആൾ യൂസ് ചെയ്യും. അത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്കറിയാം, പിന്നെ ബാംഗ്ലൂരിലെയും ഇന്ത്യയിലെയും അതുപോലെ പല യൂണിവേഴ്സിറ്റികളും വാളും പരീക്ഷയൊക്കെ എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞു, ഡേറ്റ എടുത്ത് കഴിഞ്ഞ്. അടിപൊളി പ്രൊഡക്റ്റുകൾ നമ്മുടെ ഇരുന്നിട്ട് അപ്പൊ നമ്മളിങ്ങനെ അനങ്ങാതിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. BTech എലിജിബിലിറ്റി ഒന്നുകൂടെ പറയാൻ സാറേ. 50%. ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. 50% സർ. PCM, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 50%. പിന്നെ ഒരു ചോദ്യമുണ്ട്. BSc നഴ്സിംഗ് മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടുപേർക്കും പറ്റുമോ? ഏത് BSc നഴ്സിംഗ്? യെസ്, അക്സെപ്റ്റ്, ബോത്ത് ആർ അക്സെപ്റ്റഡ്. ചില കോളേജുകൾ, നമ്മുടെ ഇന്ത്യയിലെ കോളേജുകൾ മെയിൽസിന് മാത്രമല്ല ഫീമെയിൽസിന് മാത്രം എന്നുണ്ടല്ലോ. ഇത് രണ്ടുപേർക്കും പറ്റുമോ? ബോത്ത് അക്സെപ്റ്റഡ്. ഗ്രേറ്റ്. അവിടെ BSc അഗ്രി ഉണ്ടോ സർ? ഹലോ, BSc അഗ്രി is available. ഹലോ സർ. അപ്രോക്സിമേറ്റ് റേറ്റ് വന്നിട്ട് EAയുടെ റേറ്റ് ആണ്. BTech EA ഇല്ലേ, സെയിം റേറ്റ് വയ്ക്കുക. മേ ബി ലിറ്റിൽ ബിറ്റ് ചേഞ്ചസ്. പിന്നെ അഡോൺ ആർച്ച് സാറ് ചോദിച്ചിട്ടുണ്ട്, ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് BSc നഴ്സിംഗ് ആർ സ്റ്റുഡൻസ് പെർമിറ്റഡ് ടു വർക്ക് ഇൻ ദി UK ത്രൂ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് ഓർ ഈസ് ദെയർ എനി സെപ്പറേറ്റ് പ്രോസസ് ഇൻവോൾവ്? തീർച്ചയായിട്ടും പ്രോസസ് ഉണ്ടായിരിക്കും. പ്രോസസ് യുകെയുടെ വിസ പ്രോസസ് അത് ഫ്രീ ആണ്. അത് അവിടത്തെ ഗവൺമെന്റ് തന്നെ ചെയ്യുന്ന ഫ്രീ ആണ്, ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ, എന്തായാലും പ്രോസസ് ഉണ്ട്. പക്ഷേ ദാറ്റ് ഷുഡ് ബി അസിസ്റ്റ്, എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി ഇൻക്ലൂഡിംഗ്. യെസ്, അങ്ങനെയല്ല സർ. NHSന് നമ്മൾ ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരത്തില്ല വിസ പ്രോസസ്സിനോ എനിത്തിങ്. ദേ വിൽ ഡു ദി വിസ പ്രോസസ് ആൻഡ് ഇൻക്ലൂഡിംഗ് ദി ഫ്ലൈറ്റ് ടിക്കറ്റ് ദേ വിൽ പേ ഫോർ us.
കറക്റ്റ് NHS അങ്ങനെയാണ്. NHS അങ്ങനെയാണ്. യെസ്. NHSഉം ജർമ്മനിയിലെ BSc മീൻസ് നേഴ്സിംഗ് കഴിഞ്ഞവർക്കും ലാംഗ്വേജ് ഉണ്ടെങ്കിൽ സെയിം പ്രോസസ് ആണ്, കാശ് ഇങ്ങോട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു ഈ കോളേജ് അതുകൊണ്ടാണ് കോളേജ് ആളെ പ്രിപ്പയർ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നത്. കാരണം UK ഗവൺമെന്റും ഇവരും എനിക്ക് തോന്നുന്നു ഈ യൂണിവേഴ്സിറ്റി തന്നെ ഒരു ഏജൻസി പോലെ പ്രവർത്തിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെയും അവർക്ക് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ സാർ. ഇവര് ചോദിക്കുന്നുണ്ട് 10th കഴിഞ്ഞ് ഡിപ്ലോമ പ്ലസ് 10+3 കഴിഞ്ഞവർക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹോട്ടൽ മാനേജർ അക്സെപ്റ്റഡ് ആണ്, ബട്ട് accepted ആണ് for hotel management, but they have to send the certificate first to us and we should get a eligibility from the university. AI eligible ആണോന്ന് ബേസിലെ AI അല്ലേ ബേസിൽ നോക്കുന്നേ? പ്ലീസ് സ്റ്റാർട്ട്. അതോ ഹോട്ടൽ മാനേജ്മെന്റ് ആണോ? AI. അപ്പം AIക്ക് എലിജിബിൾ ആണോ എന്ന് നോക്കിയേ പിന്നെ എഡ്വിൻ സാറേ. അതാണ് ഞാൻ പറഞ്ഞത്. ഡോക്യുമെന്റ് എല്ലാ ഡിപ്ലോമോസും എലിജിബിൾ അല്ല. I am asking that diploma certificate first. Let them give it. I will check it and only I can say them. സാറിന് തന്നെ അറിയാലോ ഡിപ്ലോമ ഇപ്പൊ എങ്ങനെയൊക്കെയാ. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ ഡിപ്ലോമയും അല്ല, ഇത് റിലേറ്റഡ് ആയിരിക്കണം, റിലേറ്റഡ് സബ്ജക്റ്റഡ് ആയിരിക്കണം എന്നർത്ഥം. So let them give the diploma certificate first. We will get the eligibility from the college. സാറേ 10th plus 2 year സർട്ടിഫിക്കറ്റ് കോഴ്സ് NCVT ഈ കഴിഞ്ഞ ആൾക്കാർക്ക് വല്ല ചാൻസ് ഉണ്ടോ? കേന്ദ്ര സർക്കാരിന്റെ അലൗഡ് അല്ലത്. അന്ന് വേറെ യൂണിവേഴ്സിറ്റികളും അലൗഡ് അല്ല. 10+3 ആണ് we can try എന്ന് പറഞ്ഞത്. 10+2 പറ്റത്തില്ല. ഓക്കെ. ഇതെന്താണെന്നറിയോ? കാരണം ഇന്ത്യയിൽ മാത്രമേ ആ കോഴ്സ് അലൗഡ് ചെയ്തിട്ടുള്ളൂ സാറേ, വിദേശത്തൊന്നും അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ അക്സെപ്റ്റഡ് ആണ്. ലെവൽ 4 ആണ് കോഴ്സ്. ലെവൽ 4 NSQF ലെവൽ 4. സാർ അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ, അബ്രോഡിൽ അറിയത്തില്ല. അതാണ് പറഞ്ഞ. ഓക്കെ ഓക്കെ. അവർക്ക് 2 years ഡിപ്ലോമയാണത്. സാർ ഓപ്പൺ +2 പിന്നെ ഈ പറയുന്ന കോഴ്സുകൾക്ക് പോകാൻ പറ്റുമോ? അക്സെപ്റ്റഡ്. അതുപോലെ ഹോട്ടൽ മാനേജ്മെന്റിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എത്ര പെർസെന്റേജ് മാർക്ക് വേണം? Madam, 50% ആണ് they are asking. If it is 45 means also we can take it and we have to get a special permission for all the courses. 50% they are asking. If it is 45 plus means we have to send them a certificate copy and we have to get the special permission for the course. ഏപ്രിൽ കഴിഞ്ഞാൽ അടുത്തത് ഓഗസ്റ്റ് അല്ലേ ഇൻടേക്ക് എല്ലാ കോഴ്സിനും? യെസ്, ഓഗസ്റ്റ് ആണ്. ഓഗസ്റ്റ് എല്ലാ കോഴ്സും, ഈ 4 കോഴ്സും ഓഗസ്റ്റിൽ ഇൻടേക്ക് ഉണ്ട് അല്ലേ? യെസ്. ഓക്കെ. ഏകദേശം യാത്രാ സമയം എത്ര എടുക്കും എറണാകുളത്ത് നിന്ന്? സെയിം സാറേ. നമ്മുടെ മലേഷ്യയുടെ തലസ്ഥാനത്താണ് ഇത്. ഏറ്റവും രസം, നമ്മുടെ ഇത് മലേഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ഇത് വരുന്നത്. സെയിം നമ്മൾ ടൂർ പോകുന്നത് സിംഗപ്പൂരിന്റെ ഒരു പാലം കടന്ന മലേഷ്യ ആയില്ലേ? 4 hour 4.5 മണിക്കൂർ. 4.5 മണിക്കൂർ അല്ലേ? 5 മണിക്കൂറിനുള്ളിൽ, അങ്ങനെ പറഞ്ഞാൽ 5 മണിക്കൂറിനുള്ളിൽ. ഡയറക്ട് ഫ്ലൈറ്റ് ആണ് 5 മണിക്കൂറിനുള്ളിൽ. അപ്രോക്സിമേറ്റ് എമൗണ്ട് ഒരു 10,000 രൂപ മുതൽ 15,000 അത് തന്നെ. 10 to 20. ഇന്നലത്തെ റേറ്റ് 9,800 ആയിരുന്നു. പ്രോസസിംഗ് ഫീ എന്നായിരിക്കും? പ്രോസസിംഗ് ആൻഡ് വിസ ഡോക്യുമെന്റേഷൻ ഫീ ഉണ്ട്. അത് ഞാൻ ഇവിടുന്ന് അത് പ്രോസസിംഗ് ആൻഡ് വിസ ഡോക്യുമെന്റേഷൻ അതർ എക്സ്പെൻസുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്. അത് വിൽ എക്സ്പ്ലെയിൻ. അത് നമ്മുടെ ചാർട്ടിനകത്ത് തരുന്നതാണ്. അത് ഓഫർ ലെറ്റർ വന്നതിന് ശേഷം പേ ചെയ്താൽ മതിയായിരിക്കുമോ? നോ പ്രോസസ് ചെയ്യണ്ടേ ആദ്യം. അത് ഫസ്റ്റ് അടയ്ക്കണം. ഫീസ് മാത്രം അവിടെ ചെന്നിട്ട് അടച്ചു. മാഡം ഒന്ന് ഞാൻ പറയാം. ഇതിന്റെ പ്രോസസ് എന്ന് പറയുന്നത് മറ്റേ UK പോലെ 1 month 2 month 3 months അങ്ങനെ ഒന്നും എടുക്കത്തില്ല. ജസ്റ്റ് വിത്തിൻ 10 to 15 days we can complete all the process. So from the first day there is a expense for processing. So we should not get late in collecting the amount for process. ഫസ്റ്റ് രജിസ്ട്രേഷൻ ഫീസ് കളക്ട് ചെയ്തിട്ടേ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുമോ?
ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ ഇല്ല, ആപ്ലിക്കേഷൻ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാം. എലിജിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ പ്രോസസ്സിലേക്കാണ് കിടക്കുന്നത്. പ്രോസസ് ചെയ്യാതെ ഒരിക്കലും വിസയും ഇതും കിട്ടത്തില്ലല്ലോ. അപ്പൊ പ്രോസസിങ് ചാർജ് ആ സമയത്ത് അടയ്ക്കണം. എലിജിബിൾ അടയ്ക്കണം. പ്രോസസ്സിംഗ് ഇല്ലാതെ ഇപ്പൊ എക്സാമ്പിൾ ഡോക്യുമെന്റേഷൻ ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഒരു രജിസ്ട്രേഷൻ എടുത്തിട്ട് നമുക്ക് ഇവരുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാം. നമുക്ക് നമ്മൾ കാരണം അവരുടെ കാരണം അല്ലാത്ത കാരണം ഇത് റിജക്ട് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫീ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതൊന്നും അങ്ങനെ റിജക്ട് ആവത്തില്ല സർ. 100% റിജക്ട് ആവത്തില്ല സർ. അത് ഞാൻ പറയാം. 100% നമ്മൾ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് അവർ തന്നാൽ റിജക്ട് ആവത്തില്ല. We are paying additional amount in embassy for that, for each file. If it is positive or negative, for all the files we are paying specially in embassy a little amount, so there will be no rejection. പിന്നെ ഡോക്യുമെന്റ് തരാതെയോ ഫേക്ക് ഡോക്യുമെന്റ് എന്തെങ്കിലും തന്നാലോ അങ്ങനെ റിജക്ട് ആയി കഴിഞ്ഞാൽ we are not responsible for that. Other than that, there will be no rejection. Okay sir. ഹലോ, ഗവൺമെന്റ് കോളേജ് ആണല്ലോ. ഗവൺമെന്റ് കോളേജ് ആണല്ലോ. ഏത് മാം? ഇത് ഗവൺമെന്റ് കോളേജ് അല്ല, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണ്. ഇങ്ങനെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണ്. ഇത് എല്ലാ കോഴ്സും ഈ ഒറ്റ യൂണിവേഴ്സിറ്റി ആണുള്ളത് അല്ലേ? നമുക്കിപ്പം ഈ പറയുന്ന 4 കോഴ്സും ഒരു യൂണിവേഴ്സിറ്റി, ഒറ്റ യൂണിവേഴ്സിറ്റി. അതിൽ ഇനിയും കുറെ കോഴ്സസ് ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ബാച്ചിന് വി ക്യാൻ ടേക്ക് ഇറ്റ്. ഫോർ എക്സാമ്പിൾ ഫിസിയോതെറാപ്പി, ബി ഫാം എല്ലാം. ഇപ്പൊ കമ്പ്യൂട്ടർ ഇത് 12th പഠിച്ച കൊച്ച് വേറെ ഏതെങ്കിലും കോഴ്സസ് ചോദിക്കുവാണെങ്കിൽ ബിടെക്കില് വി ക്യാൻ ഗീവ് ദം സെയിം ഫീസ് തന്നെ പറഞ്ഞാൽ മതി. EIയുടെ മെക്കാനിക്കൽ ഉണ്ട്, സിവിൽ ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, എല്ലാ കോഴ്സസും ഉണ്ട്. മെക്കട്രോണിക്സ് ഉണ്ട്, മെക്കാനിക്സ് എല്ലാം ഉണ്ട്. യു ക്യാൻ ടേക്ക് ഇറ്റ്. ബട്ട് ഇത് 4 ഇപ്പോഴത്തെ ട്രെൻഡിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ 4 നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നതന്നെ ഉള്ളൂ. ഫോർ അതർ കോഴ്സസ് ഓൾസോ സെയിം ഫീസ് ഓൺലി ഫോർ ബിടെക്. കമ്പ്യൂട്ടർ സയൻസിന് വെച്ച് BSc നഴ്സിംഗ് നോക്കാൻ പറ്റുമോ? കമ്പ്യൂട്ടർ സയൻസ് കേട്ടില്ല, പറ്റത്തില്ല. PCB വേണം. വോയിസ് ഓഡിബിൾ അല്ല. Hello. Hello, sir. Hello. Yes, ma'am. Somebody asked some question, but it is not audible for me. Sir, ബിടെക്കിന്റെ കോഴ്സ് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? നമുക്ക് അതിന്റെ എലിജിബിലിറ്റി, ഫീസ്, കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുമോ? EIയുടേതാണോ മാഡം? മാഡം EIയുടേത് ഒന്നിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കൊച്ചായിരിക്കണം, അല്ലെങ്കിൽ മാത്സ് ബയോളജി പഠിച്ച കൊച്ചായിരിക്കണം. അതാണ് അതിന്റെ എലിജിബിലിറ്റി. നമ്മള് ഇത് ഫീസ് വരുന്നത് പെർ ഇയർ വന്നിട്ട് 5,400 USD ആണ്. അപ്രോക്സിമേറ്റ്ലി 4,60,000 ഫീസാണ് പെർ ഇയർ. 3 years കോഴ്സ് ആണ്. അതെന്താ മറ്റതെല്ലാം പ്രോസസ് എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ അതർ കോഴ്സസ് എന്താണോ ചെയ്തത് സെയിം തന്നെയാണ്. ഫീസ് വന്നിട്ട് ഇന്ത്യൻ റുപ്പീസ് ആണെങ്കിൽ 4,60,000 അപ്രോക്സിമേറ്റ് പെർ ഇയർ. 3 years കോഴ്സ്. ഓക്കെ ആണോ മാം? അത് Yes, sir. Clear. Excuse me, sir. Yes, ma'am. I'm in line. Sir, ഞാൻ സ്റ്റുഡന്റ് ആണ്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുക. നമ്മളിപ്പോ പ്രോസസിംഗ് പേ ചെയ്താൽ നമുക്ക് ലോസ് ഒന്നും വരത്തില്ലല്ലോ, അഡ്മിഷൻ കിട്ടുമല്ലോ അല്ലേ? 100% admission. If there is any loss in that, I will bear that. Okay, sir. സർ, എന്റെ കോൺവൊക്കേഷൻ കഴിഞ്ഞില്ല, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റും ഉണ്ട്. അത് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ? You can apply. Okay, sir. Thank you so much. ഡിയർ പാർട്ട്നേഴ്സ്, ശ്രദ്ധിക്കുക, നമ്മൾ അടുത്ത ദിവസം കുട്ടികൾക്കും പേരൻസിനും മാത്രമായിട്ടൊരു ഈ കോളേജിന്റെ സ്പെഷ്യൽ ഒരു വെബിനാർ വെക്കുന്നുണ്ട്. കുട്ടികൾക്കും പേരൻസിനും മാത്രമായിട്ട്. അപ്പം മാക്സിമം കുട്ടികളെയും പേരൻസിനെയും അതിലേക്ക് കൊണ്ടുവരിക.
ഇന്ന് കുറച്ച് കുട്ടികളും പേരൻസും വന്നിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ. കാരണം നമുക്കിപ്പം പ്രോസസ്സ് തുടങ്ങണം, എന്നാലാണ് ഇവരുടെ ട്രാവൽ പ്ലാൻ, ഇവർക്ക് എഡ്യൂക്കേഷൻ ലോണൊക്കെ കിട്ടണമെങ്കിൽ ഇതിനൊക്കെ ഇവർക്ക് സമയം എടുക്കുമല്ലോ. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് നമുക്ക് അടുത്ത ആഴ്ച തന്നെ ഇതിൻ്റെ ഒരു കുട്ടികൾക്കും പേരൻസിനും മാത്രമായിട്ട് നമ്മളൊരു സെഷനും കൂടെ നമ്മൾ വെക്കുന്നതായിരിക്കും കേട്ടോ. മാക്സിമം ഓരോ പാർട്ണർ ബ്രാഞ്ചും മാക്സിമം കുട്ടികളെയും പേരൻസും അതിനകത്ത് കൊണ്ടുവരിക. ഓക്കെ, ഏകദേശം എല്ലാം കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളുടെ ഒരു എന്താ പറയാ ലിസണിങ് സ്പാൻ ഓവർ ആയാലും പ്രശ്നമാണ്. നമ്മൾ ബ്രെയിനിലേക്ക് ഒത്തിരി ഇൻപുട്ട് കൊടുക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ആസ്ക് ഇൻ ഗ്രൂപ്പ്സ്. എന്നെ വിളിക്കാം, അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്നേഴ്സിനെ വിളിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ആർ വിത്ത് യു. അതുകൊണ്ട് മാക്സിമം ശ്രമിക്കുക. നമ്മളിപ്പം പല ട്രെയിനിങ്ങുകൾ ഒത്തിരി ആവുന്നുണ്ട്, നിങ്ങൾക്ക് അധികമാവരുതെന്ന് നോക്കുന്നു. കഴിഞ്ഞ ദിവസം MBBS കഴിഞ്ഞു, എല്ലാം കൂടെ കിട്ടിയിട്ട്. കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ആണെന്നുള്ള കോൺസെപ്റ്റ് ആണിത്. പക്ഷെ ഡെഫിനറ്റ്ലി ദിസ് ഈസ് എ ഗ്രേറ്റ്. ഇപ്പം നമുക്ക് എന്താ പറയുക, സിംഗപ്പൂരിന്റെ പ്രൊജക്ട് ഇനി നമുക്ക് ഒക്ടോബർ വരെ സമയമുണ്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ, ഗവൺമെന്റ് കോളേജിന്റെ നമ്മുടെ എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റ്. അപ്പൊ അതുവരെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാവുന്ന 2 പ്രൊഡക്റ്റുകളാണ്. ഒന്ന് ഈ മലേഷ്യൻ പ്രൊഡക്റ്റും, നെക്സ്റ്റ് നിങ്ങളുടെ MBBS പ്രൊഡക്റ്റും. ഇത്ര, പിന്നെ ഇന്ത്യൻ നേഴ്സിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇന്ത്യൻ സ്റ്റഡിയുടെ ഈ 3 കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ഇത് മാക്സിമം ശ്രമിക്കുക. മാക്സിമം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇരിക്കാൻ സമയമില്ല. കാരണം ഈ വർഷം കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ലെവൽ എത്താൻ പറ്റും. ഓക്കെ, 2025 നിങ്ങൾക്ക് ഒരു നഷ്ടമുള്ള ഒരു വർഷമായിട്ട് മാറത്തില്ല. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വർഷം നിങ്ങളുടെ കയ്യിലായിരിക്കും. നിങ്ങളുടെ എല്ലാ ജീവിത ലക്ഷ്യങ്ങളും നേടാൻ പറ്റുന്ന ഒരു വർഷമായിട്ട് ഈ വർഷം മാറും. അതുകൊണ്ട് ഡോണ്ട് വേസ്റ്റ് ദ ടൈം. അതുപോലെ തന്നെ അവിടെ BS നഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ആരെങ്കിലും കോൺടാക്ട് നമ്പർ കൊടുക്കാൻ വേണ്ടി പറ്റുമോ? സാർ, അതിപ്പോ ഒരിക്കലും ഞാൻ റെഫറൻസ് ഷെയർ ചെയ്യില്ല. നിങ്ങൾ പോയാലും നിങ്ങളുടെ സ്റ്റുഡൻസ് പോയാലും നിങ്ങളുടെ റെഫറൻസും ഞാൻ ഷെയർ ചെയ്യത്തില്ല. യു ക്യാൻ ഗോ ത്രൂ ദി വെബ്സൈറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് ഓൾ ദി ഡീറ്റെയിൽസ് ഫ്രം വെബ്സൈറ്റ്. ഞാൻ എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം അതിൽ തന്നെ ഉണ്ട്, വെബ്സൈറ്റിൽ തന്നെ. യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്, നോ പ്രോബ്ലം. അതൊരു സാറ് കറക്റ്റായ കാര്യമാണ്. ഇതിനു മുമ്പ് അതിനകത്തൊരു നെഗറ്റീവ് ട്രെൻഡ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആൺകുട്ടികളുടെ ഒക്കെ നമ്പർ കൊടുത്തിട്ട് ഈ നമ്പർ അവർക്ക് I faced many problems, sir. This year also I faced it. So I stopped it, whatever it is. ആ കുട്ടി, ആ പേരൻസ് അതിൽ കുട്ടിക്ക് കൊടുക്കും, ആ കുട്ടി വേറെ കുട്ടിക്ക് കൊടുക്കും. നൈറ്റ് കോൾ ഉൾപ്പെടെയുള്ള അങ്ങനല്ല, അത് അങ്ങനെ മാത്രമല്ല സാർ, അത് വലിയ ഇഷ്യൂസ് ആയി സാർ. ടെസ്റ്റിമോണികൾ കൊടുക്കാം നമുക്ക്. ടെസ്റ്റിമോണി ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പല രാജ്യത്തും പോയിട്ടുണ്ട്. ആ കുട്ടികളുടെ ടെസ്റ്റിമോണി യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. നമ്പർ നെവർ ഗിവ്. അതൊക്കെ ഷെയർ ചെയ്യാം. അല്ല, വെബ്സൈറ്റിൽ തന്നെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. അതെ, ഒരിക്കലും ഒരു കുട്ടിയുടെയും നമ്മുടെ കൂടെ പോകുന്ന ഒരു കുട്ടിയുടെയും നമ്പർ വേറൊരാൾക്ക് കൊടുക്കുന്നതല്ല. നിങ്ങളും ചെയ്യരുത് അങ്ങനെ ആകും. നിങ്ങളുടെ നമ്പേഴ്സും കൊടുക്കരുത്. മലയാളി കുട്ടികളുടെ വല്ല ടെസ്റ്റിമോണിയൽസ് അയക്കാൻ പറ്റുമോ? അതൊക്കെ ചെയ്തേക്കാം സാർ, നോ പ്രോബ്ലം. ഐ വിൽ ഡു ഇറ്റ്. നഴ്സിംഗ് അതുപോലെ സംഭവങ്ങളൊക്കെ ഉള്ളത്. Yes, that and all we can do it. No problem. സേഫ്റ്റിയുടെ കാര്യം എങ്ങനെ സാറേ? ജസ്റ്റ് യൂട്യൂബിൽ പോയാൽ തന്നെ ഉണ്ട് സാർ. യൂട്യൂബിൽ പോയാൽ മതി, അതിൽ തന്നെ ഉണ്ട് സാർ. എല്ലാം ടെസ്റ്റിമോണിയൽ ഉണ്ട്, ലൈവ് വീഡിയോസ് ഉണ്ട്, അവിടുത്തെ പ്രോഗ്രാംസിന്റെ വീഡിയോസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇന്ത്യൻ സ്റ്റുഡൻസ് കോൺവെക്കേഷൻ മേടിക്കുന്ന ഫോട്ടോസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്. BSc സാറേ നമുക്ക് തന്നെ ഒന്ന് അയച്ചു കൊടുക്കാം നമുക്ക്. ഓക്കെ സാർ, ഓക്കെ. ചെയ്യണമെന്നില്ല, നമുക്ക് ഷെയർ ദാറ്റ് കേട്ടോ. മലേഷ്യ ഈസ് വൺ ഓഫ് ദി സേഫ്റ്റി കൺട്രി അല്ലേ? സിംഗപ്പൂർ, മലേഷ്യ, നമ്മളെല്ലാം ടൂർ പോകുന്ന ഇഷ്യൂസ് വന്നിട്ടില്ല. ഇന്ത്യ പോലെയാണ് മലേഷ്യ. എക്സ്പെൻസസും കുറവാണ് മറ്റേ കൺട്രീസ് നമ്മൾ. ഫുഡ് ഭയങ്കര ചീപ്പാണ്. നമ്മുടെ ഇന്ത്യയെക്കാളും ഒരു 60 രൂപയൊക്കെ ഉണ്ടെങ്കിൽ, ഞാനന്ന് പറഞ്ഞിരുന്നില്ല മറ്റേ പ്രോഗ്രാമിന്, നമുക്ക് ഫുഡ് ഇന്ത്യയിൽ ഒരു ഊണും മീൻകറിയും കഴിക്കണമെങ്കിൽ 130 രൂപ 140 കൊടുക്കണം. ഇവിടെ 60 രൂപ ഉണ്ടെങ്കിൽ 3 ഊണും മീൻകറിയും സുഖമായിട്ട് കഴിക്കാം. അതാണ് അവിടുത്തെ ഒരു ഗുണം. പിന്നെ അടിപൊളി ലൈഫ് സ്റ്റൈലാണ്. നമുക്കറിയാലോ, അവിടുത്തെ നമ്മളെല്ലാം ടൂർ പോകുന്ന സ്ഥലമാണ് മലേഷ്യ. സ്റ്റുഡൻസ് ഒരിക്കലും അവിടെ പോയിട്ട് നമുക്ക് കംപ്ലൈന്റ് ചെയ്യത്തില്ല. ജീവിതം അടിച്ചു പൊളിക്കുന്ന highly exposure place. They will get a good education. They will get the good education also. Everything, the student will feel comfort in Malaysia for everything.
there will be no problems for the student side. ഓക്കെ, ഇനി എന്തെങ്കിലും കോഴ്സ് റിലേറ്റഡ് ആയിട്ട് ഡൗട്ടുകൾ ഉണ്ടോ? ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യുക. പിന്നെ റെഫറൻസസുകൾ പരമാവധി ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ആര് ചോദിച്ചിട്ടുണ്ട് UK പോയി കിട്ടിയവരുടെ പിന്നെ റെഫറൻസ് ഉണ്ടോന്ന്. റെഫറൻസ് അങ്ങനെ കൊടുക്കില്ല മാഡം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ എത്ര പേരെ ഇപ്പൊ നിങ്ങളൊരു സക്സസ് ആയി കഴിഞ്ഞാൽ ആ ഒരു സക്സസ് ഇവരെ ഇങ്ങനെ 1000 പേര് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കില്ലേ? അവരുടെ ജോലി അതല്ല, അവർക്ക് മണിക്കൂറിന് ശമ്പളം മേടിക്കുന്നവരാണ്. അതുകൊണ്ട് റെഫറൻസസ് ടെസ്റ്റിമോണിയൽസ് അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കോളാൻ പറയാം, അത്രേ ഉള്ളൂ. വേണം കോളേജ് വല്ല ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നോക്കുക, അല്ലാതെ ഇതെന്നല്ല ഒരിടത്ത് നമ്മള്. ഓക്കെ, വേറെ എനിത്തിങ്? ഓക്കെ സാർ, വേറെ ഒന്നുമില്ല എന്റെ സൈഡിൽ നിന്ന്. പെട്ടെന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഏപ്രിലിലെ ഇന്ത്യക്കിന് പെട്ടെന്ന് ഫയൽ തന്നാൽ ഏപ്രിൽ ഇന്ത്യക്കിന് കയറ്റി വിടാവുന്നൊരു 100% I can do it. യെസ്, വിസ പ്രോസസിംഗ് 10 ദിവസം കൊണ്ട് നമുക്ക് ആക്കാം. ആരെങ്കിലും റെഡി ഫയൽ 10 to 15 days. അതെ, they should be ready to pay the amount for the university and also for processing, and also they should be ready for going to Malaysia soon. അങ്ങനെയാണെങ്കിൽ മാത്രമേ എടുക്കുക, അല്ലെങ്കിൽ എടുക്കരുത്. ശരിയല്ലേ സാർ? തീർച്ചയായിട്ടും 100%. ഫ്ലൈയിങ് റെഡിയായിരിക്കണം. ആ സമയത്ത് 15 to 20 days പ്രോസസിംഗ് ചെയ്യണം. അതെ, 15 to 20 days I will finish the process. They should be ready to fly. ഓക്കെ, എന്താണെങ്കിലും സ്റ്റുഡൻസിനും പേരൻസിനും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഓരോ പാർട്ട്നേഴ്സിനും ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പം ഡെഫിനറ്റ്ലി ഇത് നന്നായിട്ട് ചെയ്യുക. ഇന്ത്യനിൽ ഇപ്പം മാംഗ്ലൂർ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയി കുട്ടികൾ പഠിച്ച് അവർക്കൊരു എന്താ പറയുക, പാർട്ട് ടൈം ഒന്നും ചെയ്യാതെ ഒരു പ്രത്യേക ഒരു ജീവിത അന്തരീക്ഷത്തിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു ഇന്റർനാഷണൽ എക്സ്പ്ലോഷർ. അത് മാത്രമല്ല സാർ, ഒന്നുകൂടി ഞാൻ പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ BSc നഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ 10,000 15,000 റുപ്പീസിനാണ് നമ്മുടെ പിള്ളേർ എല്ലാവരും ജോലി ചെയ്യുന്നത്. അത് അത്രയും ബുദ്ധിമുട്ടുണ്ട് ലോൺ എടുത്തൊക്കെ പഠിച്ച പിള്ളേർക്ക്. അവർക്ക് അബ്രോഡ് പോകാനായിട്ട് ഒരു നല്ല ഏജൻസിനെ കിട്ടുന്നില്ല, അവരെ കൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാം ജയിക്കാൻ പറ്റുന്നില്ല. സോ ഇതൊക്കെ ബ്രേക്കപ്പ് ചെയ്തിട്ടാണ് ഈ കോഴ്സ് ഇപ്പൊ ഇത് നമ്മൾ കൊടുക്കുന്നത്. പഠിച്ചു കഴിഞ്ഞിട്ട് കോമ്പറ്റേറ്റീവ് എക്സാം ഇല്ല, ഇംഗ്ലീഷ് IELTS എക്സാം ആവശ്യമില്ല, ഡയറക്റ്റ് പ്ലേസ്മെന്റ് ഇൻ UK. എല്ലാ നഴ്സസിന്റെയും ഒരു ആംബിഷൻ ആണ്, അത് ഗോളാണ് UK പോവാനുള്ളത്, ഫാമിലി ആയിട്ട് UK സെറ്റിൽ ആവാനുള്ളത്. അതിന് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് മലേഷ്യൻ BSc നഴ്സിംഗ്. അതുപോലെ തന്നെ BE പഠിച്ചു കഴിഞ്ഞിട്ട് പിള്ളേര് 10,000 5,000 റുപ്പീസിനൊക്കെയാണ് ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. BE കഴിഞ്ഞിട്ട് ജോബ് ഇല്ലാഞ്ഞിട്ട് ടെലികാലിംഗ് ആയിട്ട് പോകുന്നു, കുറെ ജോലി ചെയ്യുന്നുണ്ട്, നല്ല ഒരു ജോബ് കിട്ടാഞ്ഞിട്ട്. അവർക്കും പറ്റുന്ന ഒരു കോഴ്സാണ് MBA. അവർ MBA പഠിക്കുക, വിത്ത് ജോബ് പഠിക്കുക, പഠിച്ചു കഴിഞ്ഞിട്ട് വിത്ത് ജോബ് അവിടെ സെറ്റിൽ ആവുക. ഇത് വന്നിട്ട് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഞാൻ കണ്ടതിൽ. സോ യു ക്യാൻ ഗെറ്റ് മെനി സീറ്റ്സ്. ശരിയല്ലേ സാർ? 100%. ഒന്നാമത്തെ കാര്യം അഫോർഡബിൾ ഫീസ് ആണ്, നല്ല കൺട്രിയാണ്, എൻട്രി റിക്വയർമെന്റ്സ് കുറവാണ്. പിന്നെ ഫാമിലി ക്യാൻ പോയി പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. നമ്മളോട് വളരെ അടുത്താണ്. കാലാവസ്ഥ ഇപ്പൊ ഐസിൽ കിടന്ന് ഇപ്പം യൂറോപ്പിലൊക്കെ പോയി എല്ലാ കുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു കാലാവസ്ഥയുടെ പ്രശ്നമാണ്. അവിടെ എല്ലാം 12 മാസത്തിൽ 8-9 മാസമൊക്കെ അവിടെ തണുപ്പാണ്. ഇവിടെ നല്ല നമ്മുടെ ഇന്ത്യയുടെ കാലാവസ്ഥയാണ്. എല്ലാം കൊണ്ടും നല്ലതാണ്. സിംഗപ്പൂരും മലേഷ്യ, നിങ്ങൾ ഇപ്പൊ എന്റെ സണ്ണൊക്കെ സിംഗപ്പൂരിലാണ്, അതിന് ഒരു പാലം കടന്നാൽ മലേഷ്യയായി അങ്ങോട്ട് പോകാൻ. അത്രയും അടുത്തടുത്തുള്ള കൺട്രീസ് ആണ്. ഇറ്റ്സ് എ വെരി ഗുഡ് കൺട്രി, പീസ്ഫുൾ കൺട്രി. ഒരു ഇന്ത്യയുടെ ഏറ്റവും ഫ്രണ്ട്ലി കൺട്രിയാണ്. ഇന്ത്യയോട് ഇപ്പൊ നമുക്കിപ്പോ ഒരു ടൂർ പോണേ പോലും വിസ ഓണറബിൾ വിസയുള്ള തരുന്ന കൺട്രിയാണ്. അപ്പം അതുപോലെ ഇന്ത്യ ആയിട്ട് വളരെ ഫ്രണ്ട്ലി കൺട്രിയാണ്. ഇപ്പൊ നമുക്കിപ്പം കുട്ടികളെ വിളിക്കണം, ഒന്ന് വാടാന്ന് പറഞ്ഞാൽ വൈകിട്ട് അവർ വീട്ടിലെത്തും. രാവിലെ അവർക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് അവർ വീട്ടിലെത്തും. അത്രയും അടുത്തുള്ള. അതെ, ഇപ്പൊ ബാംഗ്ലൂർ പോയാൽ കൂടെ ഫ്ലൈറ്റ് ടിക്കറ്റും ലോ ആണ്. അതെ, ഫ്ലൈറ്റ് ടിക്കറ്റും ലെസ് ആണ്. ഫ്ലൈറ്റ് ടിക്കറ്റും വളരെ കുറവാണ്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് പോകാം. ഇപ്പൊ എന്റെ സൺ തന്നെ സിംഗപ്പൂരിൽ നിന്ന് ഈ 6 മാസത്തിനുള്ളിൽ 3 പ്രാവശ്യം വന്നു. പക്ഷെ യൂറോപ്പിൽ പോയ ആൾക്ക് അല്ലെങ്കിൽ കാനഡയ്ക്കോ ഇവിടെ പോയ ആൾക്ക് അത് പറ്റുമോ? പറ്റത്തില്ല. അതാണ് വ്യത്യാസം. ഗ്രേറ്റ് പ്രൊഡക്റ്റ്, ഗ്രേറ്റ്. ഇത് ഇനിയിപ്പോ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റ് ഇതിനെ കുറിച്ച് നമ്മൾ പറയണ്ട. എയർപോർട്ട് പിക്കപ്പ് ഒക്കെ ഉണ്ടോ അതില്?
ഫസ്റ്റ് ടൈം പിക്കപ്പ് ഉണ്ട് സാർ. സ്റ്റാർട്ടിങ് ഓക്കെ ഓക്കെ. ഉണ്ട്. അതുപോലെ ബിടെക് പിക്കപ്പ് ഡ്രോപ്പ് ഉണ്ട്. MBA മറ്റേ പ്ലേസ്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ ഏകദേശം സാലറി എന്ത് കിട്ടുമായിരിക്കും? ആഫ്റ്റർ കോഴ്സ് ആണോ ഡ്യൂറിങ് കോഴ്സ് ആണോ? ആഫ്റ്റർ കോഴ്സ്. ആഫ്റ്റർ കോഴ്സ് കോളേജ് നമുക്ക് കമ്മിറ്റ്മെന്റ് ചെയ്തേക്കുന്നത് 1 lakh ആണ്. ബട്ട് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത് 80,000 ആണ്. ഓക്കെ ഓക്കെ. കോളേജ് കമ്മിറ്റ് ചെയ്തേക്കുന്നത് 1 lakh rupees ആണ്. ബട്ട് ഐ ആം കമ്മിറ്റിംഗ് യു അറ്റ്ലീസ്റ്റ് 80,000. ഇത് MBA പറയുന്നു. BSc നഴ്സിംഗ് ആണ്, NHS ലാണ് 3.5 lakhന്റെ മേളിലാണ്. 2.8 lakhs മുകളിലുണ്ട്. 3.5 ഉണ്ട് ഇപ്പൊ NHS ല്. അത് അതുപോലെ ഫാമിലി വിസയാണ്. ഫാമിലി വിസ, ഫാമിലി ഇത് പിള്ളേർക്ക് പഠിത്തം ഫ്രീ, എഡ്യൂക്കേഷൻ. പിന്നെ ഇപ്പോൾ ഒരു മെയിൻ ഞാനൊരു ഓപ്പർച്യൂണിറ്റി പറയുന്നത്, ഇപ്പൊ ഫാമിലി ഇപ്പൊ ഒരു 35 വയസ്സുള്ള ഫാമിലിയെ കൊണ്ടുപോകണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഇവരുടെ ഡിപ്പെൻഡ് വിസയിൽ കൊണ്ടുപോയിട്ട് അവർ അവിടെ ഒരു ജോബ് സെർച്ചിങ് പോലെ ചെയ്ത് അവിടെ ഒരു 1-2 മാസമൊക്കെ നിന്ന് കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവർക്ക് അവിടെ ഒരു ജോലി കണ്ടുപിടിക്കാൻ പറ്റും. എവിടെയെങ്കിലും ഒരു ചെറിയ ജോലി, വർക്ക് പെർമിറ്റ്, അവർക്ക് വൈഫിന് ജോലി ചെയ്യാം, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ജോലി ചെയ്യാം. പിന്നെ വർക്ക് പെർമിറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഫാമിലി വിസയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ട് ഇതിനകത്തുണ്ട്. ഏജ് ഗ്യാപ്പ് പ്രശ്നമല്ല. ടാർഗറ്റിനെയും കൂടെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാതെ. കോളേജ് ലൊക്കേഷൻ എവിടെയാ? അഡ്രസ് ഞാൻ സെൻഡ് ചെയ്യാം സാറിന്. അത് ഓൾറെഡി അതിലുണ്ട്. ഞാൻ കോലാലംപൂർ തന്നെയാണ് മലേഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള. കോലാലംപൂർ തന്നെ. ഓക്കെ. തലസ്ഥാനം തന്നെയാണ്. ബട്ട് അതിന്റെ കറക്റ്റ് അഡ്രസ് ഞാൻ സെൻഡ് ചെയ്യും. അല്ല, അഡ്രസ് അല്ല ഞാൻ ചോദിച്ചത്, പ്ലേസ്. കോലാലംപൂർ തലസ്ഥാനത്ത് തന്നെയാണ്. ഞാനൊക്കെ ടൂർ പോയി അടിച്ചു പൊളിച്ച് വന്ന സ്ഥലമാണ്. അവിടെയൊക്കെ കാഴ്ചകൾ തന്നെ ഒത്തിരി ഉണ്ട് കോലാലംപൂർ കാണാൻ. പേരൻസ് ആരും കയറിയിട്ടുണ്ട് പറയാം, മക്കൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് അങ്ങോട്ട് പോവാം. ഇടയ്ക്കിടയ്ക്ക് ടൂർ പോവാം, വർഷത്തിൽ ഒരു പ്രാവശ്യം. വളരെ ചീപ്പാണ്. ഞാനിപ്പോ സിംഗപ്പൂർ പോകുന്നല്ലേ, മകനുണ്ടെങ്കിൽ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകും. ഓക്കെ, എനിവേ ഓക്കെ. ഞാൻ അതില് ചാറ്റില് തന്നെ ഞാൻ അഡ്രസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം നമുക്ക് കൊടുക്കാം. അത് വെബ്സൈറ്റിലുണ്ടെന്നേ, വെബ്സൈറ്റിലെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ബ്രോഷർ ഉണ്ട്, യൂണിവേഴ്സിറ്റിയുടെ ബ്രോഷർ ഉണ്ട്, അത് അയച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. Yes sir. Sir, after finishing, please call me, sir. Okay. Anybody? വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും യൂണിവേഴ്സിറ്റി റെപ്രസെന്റേറ്റീവിനോട് ചോദിക്കേണ്ടതുണ്ടോ? സാറേ, ഫീസ് സ്ട്രക്ചർ എന്നത്തേക്ക് ഇട്ട് വരാൻ പറ്റും? ഇന്ന് തന്നെ ഇടാം. ഇന്ന് ഒരു 1 മണിക്കൂറിനുള്ളിൽ. ഡെൽറ്റ 1 മണിക്കൂറിനുള്ളിൽ ഇടാൻ പറ്റില്ലേ? ഇപ്പൊ നമുക്ക് 1-2 കാര്യങ്ങളല്ലേ അതിനകത്ത് ആഡ് ഓൺ ചെയ്യേണ്ടുള്ളൂ. റെഡിയാണ്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്നും പ്രശ്നമില്ല. Before sending, please send me for one confirmation. Definitely. Same thing. Okay sir. Thank you. Any more doubts? Thank you all. അപ്പൊ നന്നായിട്ട് ആഞ്ഞു പിടിക്കുക. നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും, നമുക്കിപ്പം സിംഗപ്പൂരിന്റെ ഫയൽ എടുക്കാൻ നമുക്ക് ഒക്ടോബർ വരെ സമയമുണ്ട്. പക്ഷേ ഈ സാധനങ്ങൾ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നിരിക്കുന്ന ഓരോ ഫയൽസും, ഓരോ ട്രെയിനിങ്ങും നിങ്ങളുടെ ഇപ്പോഴത്തുള്ളതാണ്. അത് നിങ്ങൾ തിരിച്ചറിയുക. ഓക്കെ, അപ്പൊ ഡെൽറ്റ കൈൻഡ്ലി ക്ലോസ് ഡൗൺ. ഓക്കെ സർ. So thank you. നമ്മൾ ഈ ഒരു വെബിനാർ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ I am very heartfully thank to our chairman Dr. Vinod Kumar TA and Mr. Edwin sir who is the university representative. അതുപോലെ തന്നെ എല്ലാ ടെക്നോളജി പാർട്ട്നേഴ്സ് ആൻഡ് സ്റ്റാഫ് മെമ്പേഴ്സ് ആൻഡ് അതർ സ്റ്റുഡൻസ് ഈ ഒരു മീറ്റിംഗിന് ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇത് ഗ്രീൻ വേൾഡ് ഇന്റർനാഷണൽ നമ്മുടെ ലേൺ ആൻഡ് ഏൺ പ്രോഗ്രാമിന്റെ ഒരു ജസ്റ്റ് ഒരു ബിഗിനിങ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഈ ഒരു ബിഗിനിങ് നമ്മൾ വലിയൊരു മൈൽ സ്റ്റോൺ തന്നെ കീപ്പ് ചെയ്യാൻ, കാരണം എല്ലായിടത്തും ചെയ്യുന്ന പോലെ അല്ലാതെ നമ്മൾ ഈ ഒരു ലേൺ ആൻഡ് ഏൺ ത്രൂ വളരെ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ പാർട്ട്നേഴ്സ് നമ്മൾ പഠിപ്പിച്ച് അല്ലെങ്കിൽ അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കാനും അതിലൊരു സക്സസ് ചെയ്യാനും നമ്മൾ എയിം ചെയ്തിരിക്കുന്നത് ഈ ലേൺ ആൻഡ് ഏൺ പ്രോഗ്രാമിൽ ഇങ്ങനെയാണ്. സോ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഇത് മാക്സിമം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ടീമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. മോർ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യും. So thank you everyone. Thank you for joining the meeting. So let's wind up our meeting. Have a nice day.